കർത്താവെ കടന്നു വരുവാൻ എത്രയുമേ നീ കൂട്ടി വരുത്തുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം അത്ഭുതം പ്രവർത്തിക്കുമാറാകണമേ കർത്താവേ. എന്റെ ദൈവമേ, 2-3 പേർ നിന്റെ നാമത്തിൽ കൂടി വരുന്നിടത്ത് കടന്നു വരാമെന്ന് വാക്ക് പറഞ്ഞ കർത്താവ് ഞങ്ങളുടെ മധ്യേ ഉള്ളതിനായി സ്തോത്രം ചെയ്യുന്നു. ദൈവം അനുഗ്രഹിക്കുമാറാകണമേ. ഈ പ്രവർത്തനത്തെ അനുഗ്രഹിക്കുമാറാകണമേ. ഇതിന് നേതൃത്വം കൊടുക്കുന്ന ദൈവദാസിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എന്റെ മകളെ അനുഗ്രഹിക്കണമേ, ശക്തീകരിക്കണമേ. ജനത്തിന് ആവശ്യമായത് കർത്താവെ ആലോചനകൾ പറയുവാന് ദൈവകൃപ നിന്റെ ദാസിയുടെ മേൽ പകരുമാറാകണമേ. അനേകര് കർത്താവ് ഇത് മുഖാന്തരം വിടുവിക്കപ്പെടുവാൻ സ്വർഗം ഇടയാക്കണമേ. ആരും വന്നതെ മയങ്ങിയിരിക്കാൻ ഇടയാക്കല്ലേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവപ്രവൃത്തി വെളിപ്പെടുവാൻ സ്വർഗം സഹായിക്കണമേ. കർത്താവെ, വചനം പറയുന്ന ദൈവദാസിക്കായി സ്തോത്രം ചെയ്യുന്നു. വർഷിപ്പ് ചെയ്യുന്ന കുഞ്ഞുങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു. കർത്താവ് സഹായിക്കണം, അനുഗ്രഹിക്കുമാറാകണമേ. കർത്താവെ, നല്ല ആലോചനകൾ കേട്ട് ദൈവനാമ മഹത്വത്തിനായി തീരുവാൻ ദൈവം സഹായിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. വർഷിപ്പിന് ആള് വന്നിട്ടുണ്ടോ? ആ, നമ്മുടെ നടുവിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തോ? അതെ, IPC-ലാ നമ്മുടെ നടുവിൽ ഇന്ന് വർഷിപ്പ് പാടി ദൈവത്തെ ആരാധിപ്പാൻ കടന്നു വന്ന ദൈവദാസന്മാർക്കായി സ്തോത്രം ചെയ്യുന്നു. അവരെ ദൈവം ശക്തമായി ഉപയോഗിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് അവരുടെ കൂട്ടത്തിൽ നമുക്ക് ഒരുമിച്ച് ദൈവത്തെ ആരാധിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ദൈവം സഹായിക്കട്ടെ. അവരെ ദൈവം ആത്മാവിൽ ബലപ്പെടുത്തട്ടെ. അനേകർക്ക് ആശ്വാസം വിടുതലുമായി തീരുവാൻ നമുക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അവരെ ദൈവനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. വർഷിപ്പിന് വേണ്ടി ദൈവം സഹായിക്കട്ടെ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. മദേഴ്സ് പ്രെയർ മൂവ്മെൻറ്റിൻ്റെ അനുഗ്രഹിക്കപ്പെട്ട ഈ മീറ്റിങ്ങിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. പ്രതികാലിത കൊണ്ടേറ്റ് ചെയ്യുന്ന നിർമ്മല സിസ്റ്റർ, ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. വളരെ ദർശനത്തോടുകൂടി തുടങ്ങിയ ഒരു മീറ്റിംഗ്. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. എന്നാൽ ഹല്ലേലൂയ, നമുക്കറിയാം ഈ കോവിഡ് കാലം കഴിഞ്ഞ സമയത്ത് അനേകർ പല മീറ്റിങ്ങുകളിലൊക്കെ ഇങ്ങനെ പങ്കെടുക്കുന്നതുകൊണ്ടായിരിക്കാം നമുക്കിന്ന് ആൾ അല്പം കുറവായിട്ടുള്ളതെങ്കിലും 2-3 പേർ കൂടി വരുന്നവരുടെ മധ്യത്തിൽ ഞാനുണ്ടെന്ന് അരുളി ചെയ്ത ആ ദൈവത്തിൻ്റെ വലിയ സാന്നിധ്യം നമ്മോട് കൂടെയുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ, കർത്താവിൻ്റെ ആ വലിയ കൃപ അനുഭവിപ്പാൻ ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്. ആ കുടുംബത്തെ ദൈവം ധാരാളം അനുഗ്രഹിക്കുമാറാകട്ടെ. ആവശ്യങ്ങളുടെ മധ്യത്തിലൊക്കെയും ദൈവത്തിൻ്റെ വലിയ സാന്നിധ്യം കൂടെ ഇരിക്കട്ടെ. പ്രത്യേകാൽ ഇന്ന് മീറ്റിംഗ് പ്രാർത്ഥിച്ചു തുടങ്ങിയ സിസ്റ്റർ അനു ജോർജിനായി ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. പ്രാർത്ഥിച്ചു തുടങ്ങുവാൻ ദൈവം ബലപ്പെടുത്തിയ കൃപയ്ക്കായി ദൈവത്തെ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു. തൻ്റെയും എല്ലാ ആവശ്യങ്ങളിലും ദൈവത്തിൻ്റെ കൃപ കൂടെ ഇരിക്കട്ടെ. നമ്മെ നന്നായി അറിയുന്നൊരു ദൈവമാണ് നമ്മോട് കൂടെയുള്ളത്. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് ഹല്ലേലൂയ, നമ്മുടെ ഏത് കാര്യങ്ങളുടെ മധ്യത്തിൽ, ചെറുതും വലുതുമായ ഏത് ആവശ്യങ്ങളുടെ മധ്യത്തിലും ദൈവത്തിൻ്റെ വലിയ സാന്നിധ്യം നമ്മോട് കൂടെ ഇരിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ആ ദൈവത്തെ നമുക്ക് സ്തുതിക്കുവാൻ വകയുണ്ട്. ദൈവമക്കളെ, കർത്താവിൻ്റെ ആ സ്നേഹത്തിൻ്റെ മാധുര്യം, ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. നാം എല്ലാം രുചിച്ചറിഞ്ഞാണ്. യഹോവ നല്ലവനെന്ന് രുചിച്ചറിവിൻ അവനെ ശരണം പ്രാപിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അങ്ങനെയെങ്കിൽ ഹല്ലേലൂയ, കർത്താവിനെ നമുക്ക് രുചിച്ചറിയുവാൻ, അനുഭവിച്ചറിയുവാൻ ദൈവം നമ്മുടെ ജീവിതത്തിൽ തന്ന നല്ല കൃപയ്ക്കായി ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. നമുക്ക് ഹല്ലേലൂയ ദൈവത്തെ പാടി മഹത്വപ്പെടുത്തുവാൻ ഇടയാകട്ടെ. അപ്പോൾ ഈ നാളുകളിൽ ഹല്ലേലൂയ വളരെ പ്രയാസകരമായ സാഹചര്യങ്ങൾ കൂടിയാണ് ദൈവജനങ്ങൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, നാം ഹല്ലേലൂയ മാധ്യമങ്ങൾ കൂടിയൊക്കെ നോക്കുമ്പോൾ എത്രയോ പ്രയാസങ്ങളാണ് ഓരോ ദൈവമക്കളും അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ, പീഡനങ്ങളും പ്രയാസങ്ങളും ദൈവത്തിന് വേണ്ടി നിന്നതുകൊണ്ട് ഹല്ലേലൂയ അവരുടെ ജീവനെ തന്നെ നഷ്ടമാകുന്ന അനുഭവങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട്. എന്നാൽ ഹല്ലേലൂയ അവിടെയൊക്കെയും അവർ ധൈര്യമായി നിൽക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ അകൃപയ്ക്കായിട്ട് നമുക്ക് ദൈവത്തെ സ്തുതിക്കുവാൻ കഴിയട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, കർത്താവിനോട് നമുക്ക് യാചിക്കാം. കർത്താവേ, ഇന്നലെ വരെയുള്ള അല്ലെങ്കിൽ കഴിഞ്ഞ നിമിഷം വരെയുള്ള കൃപയല്ല അപ്പച്ച, പുത്തൻ അഭിഷേകത്താൽ പുതിയ കൃപകളാൽ കർത്താവേ എന്നെ നിറയ്ക്കണമേ എന്നൊന്ന് നമുക്ക് പ്രാർത്ഥിക്കുവാൻ കഴിയട്ടെ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ, കർത്താവ് നമുക്ക് ഹല്ലേലൂയ അങ്ങനെയെങ്കിൽ ആത്മശക്തി നമുക്ക് പകർന്നു തന്ന് നമ്മെ ബലപ്പെടുത്തുന്ന ദൈവമാണ്. അഭിഷേകത്താൽ നമ്മെ ഹല്ലേലൂയ ശക്തീകരിക്കുന്ന ദൈവമാണ്. നാം തളർന്നു പോകാതെ നിലനിൽപ്പാൻ ദൈവം കൃപ തരും. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് നമുക്ക് ദൈവത്തെ പാടി മഹത്വപ്പെടുത്താം. പ്രൈസ് ദി ലോർഡ്. ഇന്ന് വളരെ സന്തോഷത്തോടെ ആയിരിക്കുന്നു ഞാനും. എൻ്റെ മകളാണ് ഹല്ലേലൂയ ഡോക്ടർ ഷാരോൺ പൈതലുമായിട്ട് ഒന്നിച്ച് ദൈവത്തെ സ്തുതിപ്പാൻ മഹത്വപ്പെടുത്തുവാൻ ഇങ്ങനെ കർത്താവ് ഒരുക്കുന്ന ഈ നല്ല സാഹചര്യത്തിനായി ദൈവത്തെ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു. നമുക്കൊന്നിച്ച് ദൈവത്തെ പാടി മഹത്വപ്പെടുത്താം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ.
നൽകി വീണ്ടെടുത്ത കർത്തനെ വാഴ്ത്തുന്നേ വാഴ്ത്തുന്നേ. ജീവൻ നൽകി വീണ്ടെടുത്ത കർത്തനെ എന്നിൽ ആനന്ദമേകി നവചൈതന്യം നൽകി ആത്മജീവനായകൻ നിത്യജീവൻ നൽകിയോ എന്നിൽ ആനന്ദമേകി നവചൈതന്യം നൽകി ആത്മജീവനായകൻ നിത്യജീവൻ നൽകിയോ. ഞാനങ്ങേ വാഴ്ത്തുന്നേ വൈകുവയ്ക്കായി ഞാനങ്ങേ വാഴ്ത്തുന്നേ വാഴ്ത്തുന്നേ വാഴ്ത്തുന്നേ. ജീവൻ നൽകി വീണ്ടെടുത്ത കർത്തനെ വാഴ്ത്തുന്നേ വാഴ്ത്തുന്നേ. ജീവൻ നൽകി വീണ്ടെടുത്ത കർത്തനെ വാഴ്ത്തും. ഹല്ലേലൂയ. ഓ ദൈവത്തെ വാഴ്ത്തി സ്തുതിപ്പാൻ ദൈവം നമ്മെ ഇടയാക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. നമ്മെ ജീവൻ നൽകി വീണ്ടെടുത്ത കർത്താവിനെ ഒന്ന് സ്തുതിക്കുവാൻ കഴിയട്ടെ. ഹല്ലേലൂയ. വാഴ്ത്തുന്നേ യേശുവേ വാഴ്ത്തുന്നേ. ജീവൻ നൽകി വീണ്ടെടുത്ത കർത്തനെ ആത്മശക്തി പകർന്നു അഭിഷേകം നൽകിയും സുവിശേഷം ഘോഷിപ്പാൻ എന്നെ യോഗ്യയാക്കിയോ
ആ ദൈവത്തിൻ്റെ കൃപയ്ക്കായി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ദൈവമക്കളെ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ കാതിൽ കേട്ട വാഗ്ദത്തങ്ങൾ, ഹല്ലേലൂയ, നമ്മുടെ കാതിൽ കേട്ടതെല്ലാം ദൈവം നമുക്ക് നൽകി തരുമ്പോൾ ഹല്ലേലൂയ എത്ര സന്തോഷമാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഒരുപക്ഷെ നാം വേദനയോടെ കടന്നുപോയ നിമിഷങ്ങൾ, ഭാരപ്പെട്ട് കടന്നുപോയ നിമിഷങ്ങളിലൊക്കെ ദൈവത്തിൻ്റെ വാഗ്ദത്തമാണ് നമ്മെ നിലനിർത്തിയത്. ദൈവത്തിൻ്റെ വചനമാണ് നമ്മെ നിലനിർത്തിയത്. എത്രയോ പ്രയാസവേളയിൽ കൂടി കടന്നു പോകേണ്ട അനുഭവങ്ങൾ വന്നു. ഒരുപക്ഷെ രോഗിയായി നാം ഭാരപ്പെട്ടപ്പോൾ ഹല്ലേലൂയ, ഹല്ലേലൂയ, എഴുന്നേൽക്കുമോ എന്നറിയാതെ നാം ഹല്ലേലൂയ ഭാരപ്പെട്ട സമയങ്ങളിൽ അവിടെയും ദൈവത്തിൻ്റെ കരമാണ് നമ്മെ ഉയർത്തിയെഴുന്നേൽപ്പിച്ചത്. ഓ ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. അങ്ങനെയെങ്കിൽ നമുക്ക് ദൈവത്തെ സ്തുതിക്കുവാൻ വകയുണ്ട്. പ്രൈസ് ദി ലോർഡ്. നമ്മൾ ആരും നിന്നതല്ല. ഹല്ലേലൂയ, ദൈവം നിർത്തിയ ദൈവത്തിൻ്റെ കൃപകൾക്കായിട്ട് നമുക്ക് ദൈവത്തെ സ്തുതിക്കുവാൻ കഴിയട്ടെ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആ ദൈവത്തിൻ്റെ കൃപകൾക്കായി നമുക്ക് ദൈവത്തെ വാഴ്ത്താം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവസന്നിധിയിൽ നമ്മെ വീണ്ടും സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പാടി ദൈവത്തെ മഹത്വപ്പെടുത്താം. കർത്താവേ, ശത്രുവായവൻ ഹല്ലേലൂയ നമ്മെ നോക്കി വെല്ലുവിളിച്ചപ്പോൾ, ശത്രുഗണം നമ്മെ ഉയർത്തുകയില്ലെന്ന് വാദിച്ചപ്പോൾ അവിടെയൊക്കെ ഹല്ലേലൂയ ഹല്ലേലൂയ ദൈവമാണ് നമ്മെ നിർത്തിയത്. പ്രൈസ് ദി ലോർഡ്. കർത്താവ് പ്രവൃത്തിയിൽ വലിയവനാണ്, അവൻ ആലോചനയിൽ വലിയവന്, പ്രവൃത്തി ശക്തിമാനുമായ ദൈവമാകയാൽ ആ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് വീണ്ടും സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പാടി ദൈവത്തെ മഹത്വപ്പെടുത്താം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. യേശുവിന്റെ രക്തത്താൽ ചെയ്തു. താങ്ക് യു മാസ്റ്റർ. ഹല്ലേലൂയ. ജയം തന്ന ദൈവത്തിനു സ്തോത്രം. ഇതുവരെ കരുതിയ രക്ഷകനു സ്തോത്രം. ഇത്രത്തോളം ജയം ദൈവത്തിനു സ്തോത്രം. ഇതുവരെ കരുതിയ രക്ഷകനു സ്തോത്രം. ഇനിയും കൃപ തോന്നി കരുതിടണേ. നടത്തണേ തിരുഹിതം പോൽ. ഇനിയും കൃപ തോന്നി കരുതിടണേ. നടത്തണേ തിരുഹിതം പോൽ. നിങ്ങളല്ല ദൈവം നമ്മെ നിർത്തിയതാ. നേടിയതെല്ലാം
സ്നേഹത്തിനു സ്തോത്രം, ഇതുവരെ കരുതിയ രക്ഷകനു സ്തോത്രം, ഇനിയും കൃപ തോന്നി കരുതിടണേ അപ്പാ, ഇനിയും നടത്തേണ തിരുഹിതം പോ, ഇനിയും കൃപ തോന്നി നന്ദി ഹൃദയത്തോടെ ദൈവത്തെ വാഴ്ത്തുന്നു. ഹല്ലേലൂയ. ഇനിയും കർത്താവെ കൃപയോടെ അപ്പാ ഞങ്ങളെ നടത്തണമെന്നുള്ള പ്രാർത്ഥനയോടെ നമുക്ക് മുന്നോട്ട് പോകാൻ ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. ഹല്ലേലൂയ. സാധ്യതകൾ നമ്മുടെ മുമ്പിൽ അസ്തമിച്ചു പോയപ്പോൾ ഹല്ലേലൂയ അസാധ്യമായത് ഒന്നുമില്ലെന്ന് പറഞ്ഞ കർത്താവിൻ്റെ സന്നിധിയിലാണ് നാം ആയിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ദൈവമക്കളെ ഹല്ലേലൂയ നമുക്ക് വേണ്ടി സകലവും നന്നായി ചെയ്തു തരുന്ന ഒരു കർത്താവ് നമുക്ക് വേണ്ടി ഉയരങ്ങളിലുണ്ട്. അങ്ങനെയെങ്കിൽ ദൈവത്തെ നമുക്ക് സ്തുതിച്ചുകൊണ്ടായിരിക്കാൻ ദൈവം സഹായിക്കുമാറാകട്ടെ. ഇത്രത്തോളം സമയം ദൈവത്തെ പാടി മഹത്വപ്പെടുത്തുവാൻ സ്തുതിക്കുവാൻ ദൈവം തന്ന ഈ നല്ല സമയത്തിനാണ് ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു. ഇങ്ങനെ ഒരു അവസരം ഒരുക്കി തന്നതായ ഹല്ലേലൂയ നിർമ്മല സിസ്റ്ററിനോട് ഹല്ലേലൂയ എല്ലാ ഭാരവാഹികളോട് ഒരു പ്രാവശ്യം കൂടെ നന്ദി പറയുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രത്യേക ഹല്ലേലൂയ ഒരു പ്രാർത്ഥനാ വിഷയം കൂടി പറയുന്നു. ദൈവത്തിന് സ്തോത്രം. എൻ്റെ മകൾ ഡോക്ടർ ഷാരോൺ ആണ് എൻ്റെ അടുത്ത് നിന്ന് എൻ്റെ കുഞ്ഞാണ് പാടിയത്. ഹല്ലേലൂയ. പൈതൽ ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ബാംഗ്ലൂരിൻ്റെ പ്രദേശത്ത് ഹല്ലേലൂയ ജോലിയോട് അനുബന്ധിച്ചായിരുന്നു. എന്നാൽ ഇപ്പോൾ മസ്കറ്റിലേക്ക് ഞങ്ങളുടെ കൂടെ ഉണ്ട്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. പൈതലിൻ്റെ വിവാഹം അടുത്ത മാസം 24-ാം തീയതിയാണ്. 20-ാം തീയതി എൻഗേജ്മെൻറ്റ്, 24-ാം തീയതിയാണ് കല്യാണം. പ്രത്യേക കുഞ്ഞിൻ്റെ ഹല്ലേലൂയ ഓർത്ത് പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. വിവാഹത്തിൻ്റെ എല്ലാ വിഷയങ്ങളിലും ദൈവത്തിൻ്റെ വലിയ സാന്നിധ്യം അനുഭവിക്കുവാൻ ദൈവമക്കളുടെ വിലയേറിയ പ്രാർത്ഥനയെ ചോദിക്കുന്നു. ഒരു പ്രാവശ്യം കൂടി ദൈവമക്കളെ ഹല്ലേലൂയ ഞാൻ പ്രത്യേക ഈ ഗ്രൂപ്പിലുള്ള എല്ലാ പ്രിയപ്പെട്ടവരെയും 20-ാം തീയതി എൻഗേജ്മെൻറ്റിന് ഞാൻ ക്ഷണിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. കുമ്പനാട് ലോയൽ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ്. എല്ലാവരെയും ഞാൻ ക്ഷണിക്കുന്നു. ദൈവമക്കളെ കടന്നു വരണം. ഞങ്ങളെ പ്രത്യേക പൈതങ്ങളെ അനുഗ്രഹിക്കണം. ഈ ഒരു പ്രാർത്ഥനാ വിഷയം പ്രത്യേകം ഞാൻ ഓർപ്പിക്കുകയാണ്. പ്രത്യേകം നിങ്ങൾ ഒത്തിരി പ്രാർത്ഥിച്ചവരാണല്ലോ, എനിക്കറിയാം. ഈ ഗ്രൂപ്പിലുള്ള ഒരുപാട് പേര് ഹല്ലേലൂയ വിഷയത്തിന് വേണ്ടി ഒക്കെ പ്രാർത്ഥിച്ചതാണ്. ദൈവം ധാരാളം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കുഞ്ഞുങ്ങളെ എല്ലാം ദൈവം ധാരാളം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ നിന്നു. താങ്ക് യു. പ്രൈസ് ഗോഡ്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ആരാധന ഗീതം നമുക്ക് കേൾക്കുവാൻ ഇടയായി. ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്ത എത്രയോ വലിയ അത്ഭുതങ്ങളാണ്. അത് നമ്മുടെ വാക്ക് പറഞ്ഞാൽ പോരാ, നാവ് പോരാ, നമ്മുടെ ജീവിതം തന്നെ പോരാ. ദൈവം അവർക്ക് വേണ്ടി ചെയ്തിരിക്കുന്ന, നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി ചെയ്തിരിക്കുന്ന ആ വർണ്ണിച്ച് ദൈവത്തെ സ്തുതിക്കുന്ന പാട്ട് പാടുവാനും നമുക്ക് ദൈവത്തെ ആരാധിപ്പാനും തന്നെ കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. ദൈവം അവരെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഇനി അനേക സ്റ്റേജുകളിൽ കർത്താവ് അവരെ ധാരാളമായി ശക്തമായി ഉപയോഗിക്കട്ടെ. അത് അനേകർക്ക് ആശ്വാസവും അനേകർക്ക് അത് വിടുതലുമായി തീരുവാൻ അവരുടെ ഈ വർഷിപ്പ് അത് അനുഗ്രഹമായി തീരട്ടെ. അത് മേൽക്കുമേൽ വർദ്ധിച്ചു വരുവാൻ ഞാനും പ്രാർത്ഥിക്കുന്നു. ദൈവം ധാരാളമായിട്ട് അവരെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. നമുക്ക് ഇനി അടുത്തതായിട്ട് ദൈവവചനത്തിൽ നിന്ന് സ്വല്പസമയം ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നു. ദൈവം നമ്മളെ ധാരാളമായിട്ട് സഹായിക്കട്ടെ. കടന്നു വന്നിരിക്കുന്ന എല്ലാ ദൈവ മക്കൾക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിലെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഇങ്ങനെ ഒരു കൂടിവരവ് സ്വർഗത്തിലെ ദൈവം നമുക്ക് ദാനമായി തന്നല്ലോ. അത് എത്രയോ പേർക്ക് ഇതിനൊന്നും അവസരമില്ലാതിരിക്കുമ്പോൾ അവസരമുണ്ടായിട്ടും അവരത് നഷ്ടപ്പെടുത്തി കളയുന്ന ഒരു അവസ്ഥയാണ്. എന്നാൽ സ്വർഗത്തിലെ ദൈവം നമുക്ക് വേണ്ടി തന്നിരിക്കുന്ന എല്ലാ ഉപകാരങ്ങൾക്കും ദൈവത്തിന് നന്ദിയുള്ളവരായിരിക്കാൻ ദൈവം ധാരാളമായി സഹായിക്കട്ടെ. സ്വല്പ സമയത്തെ ചിന്തയ്ക്ക് വേണ്ടി സങ്കീർത്തനം 13-ാം അധ്യായം വായിക്കുന്നു.
ദാവീദിന്റെ ഒരു സങ്കീർത്തനമാണ്. യഹോവേ, എത്രത്തോളം നീ എന്നെ മറന്നുകൊണ്ടിരിക്കും? നീ എത്രത്തോളം നിന്റെ മുഖം ഞാൻ കാണാതെ വണ്ണം മറയ്ക്കും? എത്രത്തോളം ഞാൻ എൻ്റെ ഉള്ളിൽ വിചാരം പിടിച്ച് എൻ്റെ ഹൃദയത്തിൽ ദിവസം പ്രതി ദുഃഖം അനുഭവിക്കേണ്ടി വരും? എത്രത്തോളം എൻ്റെ ശത്രുക്കൾ എൻ്റെ മേലെ ഉയർന്നിരിക്കും? പ്രൈസ് ദി ലോർഡ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നമ്മൾ എപ്പോഴും വായിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഒരു സങ്കീർത്തനമാണ് ഈ 13-ാം സങ്കീർത്തനം. ദാവീദിന്റെ ശത്രുക്കൾ അവന്റെ മുമ്പിൽ ജയഘോഷം കൊള്ളാതിരിപ്പാൻ അതിനുവേണ്ടി അവൻ ദൈവത്തോട് സഹായകനായി പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയാണ് ഈ 13-ാം സങ്കീർത്തനം. ദാവീദിന്റെ ജീവിതത്തിൽ ഏറ്റവും ഇരുളടങ്ങിയ ഒരു ജീവിതമായിരുന്നു, ഒരു സങ്കീർത്തനമാണ് ഇതിന്റെ അത് കാണുന്നത്. അതായത് അതിന്റെ പശ്ചാത്തലം എന്ന് പറയുന്നത് 1 ശമൂവേൽ 18 മുതൽ 18-ാം അധ്യായത്തിന്റെ 9 മുതൽ 15 വരെയുള്ള വാക്യങ്ങളാ. ആടുകളെ മേയിച്ചുകൊണ്ടിരുന്ന ദാവീദിനെ പെട്ടെന്നാണ് അവൻ ആ വനത്തിൽ നിന്ന്, അല്ലെങ്കിൽ അവിടുന്ന് പെട്ടെന്ന് അവന് ഒരു മാറ്റം ഉണ്ടാകുവാൻ, അവന്റെ ജീവിതം മാറി മറിയുവാൻ ഇവിടെയായത് നമുക്ക് കാണുവാൻ കഴിയും. യിശായിയുടെ കുടുംബത്തിൽ നിന്ന് അവനെ ഒരു അഭിഷക്തനാക്കി പുറത്തു കൊണ്ടുവരുവാനാണ് ദൈവത്തിന്റെ ഇഷ്ടമെങ്കിലും അവൻ ആടുകളെ മേയിച്ചുകൊണ്ട് വനാന്തരങ്ങളിൽ ജീവിക്കുമ്പോൾ അവന് വേണ്ടി ദൈവം അത്ഭുതം പ്രവർത്തിച്ചതായിട്ടാണ് കാണുവാൻ ഇടയായത്. എന്നാൽ ഗോലിയാത്തിനെ കൊന്നതിലൂടെ ദാവീദിന്റെ ജീവിതം അത് മാറി മറിയുവാൻ ഇടയായി. അവൻ ജീവിതത്തില് രാജ്യത്തിന്റെ ഹീറോ ആയി, നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഭാഷയിൽ പറഞ്ഞത് അതൊരു ഹീറോ ആയി മാറി. നാളുകളായ ശത്രു അടിച്ചമർത്തിപ്പെട്ട ഇടയനില്ലാത്ത ആടുകളെ പോലെ ചിതറിക്കിടന്ന ജനത്തിന് ദാവീദിനിൽ ഒരു രാജാവിനെ കണ്ടപ്പോൾ ജനത്തിന് സന്തോഷമായി. പക്ഷെ ശൗലിന് അവൻ ഒരു എതിരാളിയായി മാറുവാൻ ഇടയായി. അവനത് പ്രാണഭയത്താല് പരസ്യമായി സഞ്ചരിക്കുവാൻ പോലും ദാവീദിന് കഴിയാത്ത ഒരു അവസരത്തില് ദാവീദ് ഒളിക്കുന്ന സന്ദർഭമൊക്കെ നമുക്കറിയാം. അവന്റെ പ്രാണന് അവന്റെ പ്രാണനെ കൊണ്ട് അവൻ ഓടുന്നതായിട്ട് നമുക്ക് കാണുവാൻ ഇടയായി. നമ്മുടെയൊക്കെ ജീവിതത്തിൽ അങ്ങനെയാണല്ലോ. ഒരു ശത്രു നമ്മൾക്കൊരു നന്മ വരുമ്പോൾ, അല്ലെ നമുക്കൊരു അനുഗ്രഹം വരുമ്പോൾ ശത്രു നമ്മുടെ പുറകെ പിന്തുടർന്ന് ആ സന്തോഷത്തിൽ നമുക്ക് സന്തോഷിപ്പാൻ കഴിയാതെ, അത് ആത്മീയമായാലും ഭൗതികമായാലും നമുക്ക് സന്തോഷിപ്പാൻ കഴിയാതെ വണ്ണം നമ്മളായിരിക്കുമ്പോൾ നമ്മൾ പലപ്പോഴും ദൈവത്തോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, കർത്താവേ, എത്രത്തോളമാണ് നീ എന്നെ മറന്നുകൊണ്ടിരിക്കുന്നത്? എത്രത്തോളമാണ്? ഞാൻ പ്രാർത്ഥിക്കുന്നത് നീ കേൾക്കുന്നില്ലേ? ഞാൻ ഉപവസിക്കുന്ന കേൾക്കുന്നില്ലേ? ഞാൻ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നീ അറിയുന്നില്ലേ? എന്തുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെ വരുന്നത്? അല്ലെ നമ്മുടെ വിശ്വാസ ജീവിതത്തില്, നമ്മുടെ സഭകളില്, അല്ലെ നമ്മുടെ ആത്മീയ ഓരോന്ന് വരുമ്പോൾ നമ്മൾ ദൈവത്തിന് വേണ്ടി പ്രവർത്തിപ്പാൻ ഇടയാകും. ദാവീദ് ദൈവത്തോട് ചോദിക്കുകയാണ്, കഷ്ടതയില് എന്റെ ഈ കഷ്ടതയ്ക്ക് അറുതിയില്ലേ? ഞാൻ എത്ര നാളാണ് ഇങ്ങനെ ശൗലിനെ പേടിച്ചോടുന്നത്? ദൈവം പോലും എന്നെ മറന്നോ കളഞ്ഞോന്നോ ചിന്തിക്കുന്ന സമയമാണ്. അത് ഈ 13-ാം സങ്കീർത്തനത്തിൽ നാം കാണുന്നത്. അതിലെ 1ഉം 2ഉം വാക്യങ്ങളിൽ ഇവിടെ പറയുന്ന ഒരു 4 പ്രാവശ്യം പറയുന്നുണ്ട്, എത്രത്തോളം 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 എന്ന്. എത്രത്തോളം എന്റെ ശത്രുക്കൾ എന്റെ മേലെ ഉയർന്നിരിക്കും, എത്രത്തോളം എന്റെ ഉള്ളിൽ വിചാരം പിടിച്ചിരിക്കുമെന്ന് യഹോവേ നീ അറിയുന്നില്ലേ? യഹോവേ അതിന് ഉത്തരം പറയുന്നതായി കാണുന്നില്ലെങ്കിലും എന്നാൽ ദാവീദിന്റെ ഹൃദയത്തിൽ ആഗ്രഹിച്ച ഉത്തരം അവന് ലഭിച്ചു. സങ്കീർത്തനം അവസാനിക്കുന്നത് അങ്ങനെയാണ്, ഞാനോ നിന്റെ കരുണയിൽ ആശ്രയിക്കുന്നു, എന്റെ ഹൃദയം നിന്റെ രക്ഷയിൽ ആനന്ദിക്കും. യഹോവ എനിക്ക് നന്മ ചെയ്തിരിക്കുന്നത് കൊണ്ട് ഞാൻ അവന് പാട്ടുപാടും. ദാവീദിന്റെ ജീവിതത്തിൽ ദാവീദ് ദൈവത്തോട് ചോദിച്ച ചോദ്യങ്ങൾക്കൊന്നും മറുപടി ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് കിട്ടിയില്ലെങ്കിലും ദാവീദ് പ്രാർത്ഥനയിൽ ഇരുന്നപ്പോൾ ദാവീദിന് ഒരു കാര്യം മനസ്സിലായി. ദൈവസന്നിധിയിൽ വീണ് കിടക്കുന്ന ഒരു ഭക്തന്, അല്ലെങ്കിൽ ഒരു ദൈവദാസിക്ക് അത് ദൈവം കൊടുക്കുന്ന മറുപടിയാണ്. അതിന്റെ അവസാന വാക്യങ്ങളിൽ കാണുന്നത്, ഞാനോ നിന്റെ കരുണയിൽ ആശ്രയിക്കും. ശത്രു ഉണ്ട്, പ്രതിയോഗികളുണ്ട്, പക്ഷെങ്കിൽ ഞാൻ നിന്റെ കരുണയിൽ ആശ്രയിക്കും, എന്റെ ഹൃദയം നിന്റെ രക്ഷയിൽ ആനന്ദിക്കുമെന്ന. ദാവീദ് ദൈവസന്നിധിയിൽ വീണ് കിടന്ന്, നെടുപ്പാട് വീണ് കിടന്ന് ദാവീദിന്റെ ഉള്ളിൽ വിചാരം പിടിച്ച്, എന്തെല്ലാമാണ് അവന്റെ ഉള്ളിൽ വിചാരം പിടിച്ചിരിക്കുന്നത്? ദൈവം എന്നെ മറന്നു കളഞ്ഞോ? ഞാൻ ദൈവത്തിന് വേണ്ടി എന്നെ ദൈവം അന്വേഷിച്ചു വന്നു, കാട്ടിൽ കിടന്ന എന്നെ അഭിഷേകം ചെയ്ത് പുറത്തു കൊണ്ടുവന്ന് ശത്രുവിനെ ഞാൻ കൊന്നു, ശരിയായി, എങ്കിലും എനിക്കൊരു സ്വസ്ഥതയില്ലാതെ ഞാൻ ഇങ്ങനെ ഓടുന്ന നീ നിന്റെ മുഖത്തെ മറച്ചു കളഞ്ഞത് എന്ത്? ഞാൻ ഭ്രമിച്ചു പോയത്. ദാവീദ് പറയുകയാണ്, നീ എന്റെ പ്രാർത്ഥന കേൾക്കാതെ, എന്റെ അപേക്ഷ കേൾക്കാതെ മുഖത്തെ മറച്ചു കളഞ്ഞിരിക്കുകയാണോ? ദൈവം എന്നെ കരുതുന്നില്ലയോ? ദാവീദ് മുഴങ്കാലിൽ ഇരുന്നു കൊണ്ട് സ്വയം അനുതപിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. ദാവീദ് പ്രാർത്ഥിക്കുന്നത് ഇങ്ങനെയാണ്, ദൈവത്തോട് കിടന്ന് അവൻ മുഴങ്കാലിൽ പ്രാർത്ഥിക്കുക. പരാതിപ്പെടലും പ്രാർത്ഥനയും രണ്ടാണ്. നമ്മൾ വീണ് കിടക്കുമ്പോൾ നമ്മളിലേക്ക് തന്നെയാണ് നമ്മൾ നോക്കുന്നത്. എന്നാൽ മുഴങ്കാലിൽ നിൽക്കുമ്പോൾ ദൈവത്തിന്റെ
നാം നോക്കുന്നത്. ദൈവം എന്നെ കടാക്ഷിക്കുന്നില്ലയോ? എന്റെ പ്രശ്നങ്ങൾക്ക് എന്റെ പ്രശ്നങ്ങളെ നോക്കാതെ, അല്ലെ നമ്മുടെ പ്രശ്നങ്ങളെ നോക്കാതെ നാം ദൈവസന്നിധിയിൽ വീണ് കിടന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ അവൻ നമ്മുടെ കണ്ണുകളെ പ്രകാശിപ്പിക്കുവാൻ ഇടയാകും. അങ്ങനെ ദാവീദിന്റെ കണ്ണ് പ്രകാശിച്ചപ്പോൾ ദാവീദ് പറയാ, ദൈവം തന്റെ കണ്ണുകളെ പ്രകാശിപ്പിച്ചാല് തന്റെ യഥാർത്ഥമായ അവസ്ഥ എന്താന്ന് അവന്റെ മുൻപിൽ അത് വഴി കാണിച്ചു കൊടുക്കുവാൻ അവന് ഇടയായി. ദാവീദ് എഴുന്നേറ്റ് പിന്നെ അവൻ സാഹചര്യങ്ങളെ അല്ല നോക്കിയത്. സാഹചര്യങ്ങൾ അവന് പ്രതികൂലമാണ്, ശരിയാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമുക്ക് സാഹചര്യങ്ങൾ നമുക്ക് പ്രതികൂലമായിരിക്കും. എപ്പോഴും നമുക്ക് സാഹചര്യങ്ങൾ ഒരുപോലെ ഇരിക്കത്തില്ല. എപ്പോഴും നമുക്ക് സാഹചര്യങ്ങൾ ഒരുപോലെ ഇരിക്കത്തില്ല. എന്നാല് നമ്മുടെ സാഹചര്യങ്ങൾ എന്ത് തന്നെ ആയാലും അത് ദാവീദ് പറയുന്നത് പോലെ, ഞാനോ ഞാനോ എന്റെ സാഹചര്യങ്ങൾ പ്രതികൂലം എനിക്കല്ല, ശത്രു എന്റെ പിന്നാലെ ഉണ്ടായിരിക്കാം, പക്ഷെ ഞാനോ നിന്നിൽ ആശ്രയിക്കും, നിന്നിൽ ആനന്ദിക്കും. കാരണം യഹോവ എനിക്ക് നന്മ ചെയ്തിരിക്കുന്നതാണ് അവന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ കാര്യം. എന്താണ് ദൈവം അവന്റെ പേരിൽ നന്മ ചെയ്തിരിക്കുന്നത്? അവനെ ആ നാശകരമായ കുഴിയിൽ നമ്മളെയൊക്കെ ചെയ്തിരിക്കുന്ന എന്തൊക്കെയാ നമ്മുടെ ജീവിതത്തിൽ ദൈവം നമുക്ക് ചെയ്തിരിക്കുന്നത്? നാശകരമായ കുഴിയിൽ നിന്നും കുഴഞ്ഞ ചേറ്റിൽ നിന്നും ദൈവം നമ്മെ കയറ്റി ആ ക്രിസ്തുവാന്ന പാറമേൽ നിർത്തി നമ്മുടെ വായിൽ പുതിയൊരു പാട്ട് തന്നു. ഒരു കാലത്ത് നമ്മൾ ചേറ്റിൽ കിടന്നവരാണ്, നാശകുഴി കിടന്നവരാ. ക്രിസ്തുവിനെ അറിഞ്ഞതുകൊണ്ടും ക്രിസ്തുവിന്റെ സ്നേഹം നമ്മളിലേക്ക് വന്നതുകൊണ്ടും നമുക്ക് അവനെ ആരാധിപ്പാൻ ആ ക്രിസ്തുവെന്ന പാറയോട് ചേർന്ന് നിൽക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ കഴിഞ്ഞ നാളുകളിൽ കണ്ണുനീരും വിലാപവും ആയിരുന്നെങ്കിൽ ആ ക്രിസ്തുവാകുന്ന പാറയോട് നാം ചേർന്ന് നിൽക്കുമ്പോൾ അവൻ നമ്മുടെ വായിൽ പുതിയൊരു പാട്ട് തന്നു. ആ പാട്ട് എന്താണ്? സ്തോത്രം എന്ന യാഗമാണ്. അത് ആ സാഹചര്യങ്ങളെ നോക്കിക്കൊണ്ട് നിന്നാൽ നമ്മൾ അവിടെ നിന്നു പോകത്തേ ഉള്ളൂ. അത് സാഹചര്യങ്ങളെ മറന്നുകൊണ്ട് ദൈവത്തോട് അടുക്കുവാനും ദൈവം നമുക്ക് വേണ്ടി ചെയ്തിരിക്കുന്നത് എന്താണെന്ന് നമ്മൾക്ക് ചിന്തിക്കുവാനും ദൈവം നമ്മളെ സഹായിക്കട്ടെ. അത് ഞാൻ ഒരു നാളും കുലുങ്ങി പോകുകയില്ലെന്ന് ദാവീദ് തന്റെ സുഖകാലത്ത് പറയുന്നതുണ്ട്, അല്ലെ? 30-ാം സങ്കീർത്തനത്തിൽ ദാവീദ് പറയുന്നുണ്ട്, ഞാൻ ഒരു കാലത്തും കുലുങ്ങി പോകുകയില്ലെന്ന്. എന്നാൽ അവന്റെ അവസാന ഭാഗത്തെ പറയുന്നത്, നിന്റെ മുഖം എനിക്ക് മറച്ചത് എന്തെന്ന്. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നന്മ വരുമ്പോൾ, അല്ലെ നമുക്കൊരു സാഹചര്യങ്ങൾ അനുകൂലമായിരിക്കുമ്പോൾ നമുക്ക് ദൈവത്തെ ഒരിക്കലും അത്രത്തോളം അടുക്കുവാൻ കഴിയത്തില്ല. എന്നാൽ ചില പ്രതികൂലങ്ങളും പ്രതിസന്ധികളും നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ നമ്മൾ ദൈവത്തോട് ദൈവത്തോട് ചോദിക്കും, കർത്താവേ നീ എന്നെ അറിയുന്നില്ലേ? നീ എന്നെ കൈവിട്ടോ? എന്റെ പ്രാർത്ഥനയ്ക്ക് ഇല്ലെന്നൊക്കെ നമ്മൾ ചോദിക്കുമ്പോൾ ദൈവത്തോട് നാം എന്തുമാത്രം അടുക്കുന്നോ അത്രത്തോളം അവൻ നമ്മളോട് അടുത്തു വരുവാൻ ഇടയാകും. എനിക്കും അടുത്തു, എന്റെ ശത്രു എത്ര നാളായി എന്റെ നേരെ ഇങ്ങനെ വരുന്നെന്നോർത്ത് ദാവീദ് തന്നിലേക്ക് തന്നെയാ നോക്കുന്നത്. നമ്മുടെ ജീവിതത്തിലും അങ്ങനെ തന്നെയാണ്. നമ്മുടെ ജീവിതത്തിലും പ്രശ്നങ്ങളിലേക്ക് തന്നെയാണ് നാം നോക്കുന്നത്. ഒരു പ്രശ്നത്തിൽ നിന്ന് വേറൊരു പ്രശ്നത്തിലേക്ക് നാം പൊക്കോണ്ടിരിക്കുക. എന്നാൽ ചുറ്റുപാടൊന്നും ദാവീദിന് വിഷയമല്ലായിരുന്നു. ദാവീദിന് ഒന്നറിയാം, എന്നെ വിളിച്ചവൻ ആരാണ്, എന്നെ ഇറക്കിയവൻ ആരാണെന്ന്. പ്രിയ ദൈവമക്കളെ, സഹോദരിമാരെ, നമ്മുടെ ജീവിതത്തില് കടന്നു വരുന്ന എന്തെല്ലാം പ്രതികൂലങ്ങളും പ്രതിസന്ധികളും ആയിരിക്കാം. ചിലപ്പോൾ നമ്മൾ ഒറ്റയ്ക്കായിരിക്കും ഭവനത്തിൽ നിന്ന് ഇറങ്ങിയിരിക്കുന്നത്. ദൈവത്തെ അറിയുവാൻ നമ്മൾ ചിലപ്പോൾ ഒളിച്ചും പാത്തും ഒക്കെ ആയിരിക്കും ഭവനത്തിൽ നിന്ന് ആരാധനയ്ക്കും കൂട്ടങ്ങൾക്കും ഒക്കെ പോകുന്നത്. എന്നാൽ അതിൻ്റെയൊക്കെയും മധ്യത്തിൽ ദൈവം പ്രവർത്തിക്കുവാൻ ഇടയാകും. ഒത്തിരി നാൾ അങ്ങനെ ഒളിച്ചു നടക്കുവാൻ ദൈവം അനുവദിക്കത്തില്ല. മോശയെയും ഒളിപ്പിച്ചു വെച്ചത് ഒരു 3 മാസക്കാലമാ, അല്ലെ? മോശയും ഒളിപ്പിച്ചു വെച്ചു, ശത്രു കാണാതെ ഒളിപ്പിച്ചു വെച്ചത് 3 മാസക്കാലമാ. എന്ന് പറഞ്ഞ പോലെ നമ്മുടെ ജീവിതത്തിൽ ആത്മീയത്തിൽ നമ്മളെ ഒതുക്കുന്ന ചില ശക്തികൾ ഉണ്ടെങ്കിലും അത് കുറെ കാലമേ നമ്മളെ ഒതുക്കി വെക്കുവാൻ കഴിയത്തുള്ളൂ. എന്നാൽ ശൗലും ശീലാസും കാരാഗ്രഹത്തിൽ കടന്നപ്പോഴും അവിടെയും ദൈവത്തിന്റെ സാന്നിധ്യം ഉണ്ടാകുവാൻ ഇടയായി. കാരാഗ്രഹത്തിന്റെ അനുഭവത്തിൽ കൂടിയ ഞാനും നിങ്ങളും കടന്നു പോകുന്നെങ്കിൽ ദൈവത്തോട് പ്രാർത്ഥിക്കുക, ദൈവമേ എന്റെ ഈ കാരാഗ്രഹമല്ല എനിക്ക് വിഷയം, എനിക്ക് ഇതിന്റെ അകത്ത് നിന്ന് പുറത്തു വരുവാനുള്ള ഒരു അഭിഷേകമാണ് എനിക്ക് ആവശ്യം, ഒരു ആത്മ നിറവാണ് എനിക്ക് ആവശ്യമെന്ന് നാം പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ ഇടയാകും. അത് അർദ്ധരാത്രിയിൽ അവർ എഴുന്നേറ്റ് ദൈവസന്നിധിയിൽ ആരാധിച്ചപ്പോൾ വിടുതൽ പ്രാപിച്ചെങ്കിൽ പ്രിയ ദൈവ സഹോദരിമാരെ, നമ്മുടെ ജീവിതത്തിൽ എന്നും ചില അർദ്ധരാത്രികളായിരിക്കത്തില്ല. അത് എന്നും ചില അന്ധകാര അതൊരു അസ്തമയം ആയിരിക്കത്തില്ല. അത് നമുക്കൊരു വിടുതലിന്റെ സമയമുണ്ട്. നാം എഴുന്നേക്കുവാൻ തയ്യാറായാൽ ദൈവം പ്രവർത്തിക്കുവാൻ ഇടയാകും. അർദ്ധരാത്രിയാണ്, കാരാഗ്രഹമാണ്, അത് കൂരിരുട്ടാന്നും പറഞ്ഞ് നാം അവിടെ ഇരിക്കുന്നിടത്ത് തന്നെ ഇരുന്നാല് അത് നമുക്ക് എന്നും അങ്ങനെ തന്നെ ഇരിക്കുവാനേ കഴിയത്തുള്ളൂ. നാം
ആത്മാവിൽ ഒന്ന് എഴുന്നേറ്റാല്, ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ദൈവത്തെ ആരാധിച്ചുകൊണ്ട് കിട്ടുന്ന സമയം ദൈവത്തിന് വേണ്ടി സ്വല്പസമയം നമ്മൾ വേർതിരിച്ചാല്, 1 മണിക്കൂർ അല്ലെ അരമണിക്കൂർ ദൈവത്തിന് വേണ്ടി നാം വേർതിരിച്ചാല് ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ ഇടയാകും. ദാവീദിന്റെ ജീവിതത്തിലും അങ്ങനെ തന്നെയായിരുന്നു. ദാവീദ് പല കാര്യം ദൈവത്തോട് ചോദിച്ചിട്ടൊന്നും മറുപടി കിട്ടുന്നില്ലെങ്കിലും, അതെ 4-ാം വാക്യം വരെയും ദാവീദിന് ഒരു മറുപടിയും കിട്ടിയില്ല. എന്നാൽ 5-ാം വാക്യം 6 വാക്യങ്ങൾ വായിക്കുമ്പോൾ, ഞാനോ നിന്റെ കരുണയിൽ ആശ്രയിക്കും, എന്റെ ഹൃദയം നിന്റെ രക്ഷയിൽ ആനന്ദിക്കും, യഹോവ എനിക്ക് നന്മ ചെയ്തിരിക്കുന്നത് കൊണ്ട് ഞാൻ അവന് പാട്ട് പാടുവെന്ന്. നന്മ ചെയ്തത് നമ്മുടെ പ്രാണനെ അവൻ രക്ഷിച്ചതാണ് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ നന്മ. ഈ ദിവസങ്ങളിൽ നമുക്ക് വേണ്ടി ദൈവം ചെയ്തിരിക്കുന്ന നന്മ എന്തെന്ന് നമ്മൾ തന്നെ മനസ്സിലാക്കണം. അത് നമ്മുടെ ലോകത്തിൽ എന്തെല്ലാം ഉണ്ടായെങ്കിലും നമ്മുടെ പ്രാണൻ നഷ്ടമായാൽ എന്താണ് പ്രയോജനമെന്ന് ചോദിച്ചതുപോലെ, നമ്മുടെ ജീവിതത്തിൽ കഷ്ടതയെ ശത്രു ഓരോന്ന് കൊണ്ടിടും, ശത്രു നമ്മളെ പിന്തുടരും, പിടിക്കും, കൊള്ള പങ്കിടുമെന്നൊക്കെ പറഞ്ഞാലും അതിനെതിരായി നിൽക്കുന്ന ഒരു ദൈവശക്തിയുണ്ട്. തന്റെ കുഞ്ഞുങ്ങളെ തൊടുവാനോ തന്റെ കുഞ്ഞുങ്ങളെ അത് വേണ്ടി അതിന്റെ അകത്തേക്ക് വലിച്ചു വിടുന്ന ദൈവമല്ല. ഇനി ചില കഷ്ടതകൾ ദൈവം തന്നിരുന്നെങ്കിൽ ആ കഷ്ടതയ്ക്കകത്ത് ദൈവം നമുക്കൊരു വിടുതലുമുണ്ട്. അത് ചില കഷ്ടതകൾ നമ്മുടെ ജീവിതത്തിൽ ദൈവം തരുന്നത് അത് തിന്മയ്ക്കല്ല, നന്മയ്ക്കാണ്. ഈ ദിവസങ്ങളിൽ നമുക്ക് ദൈവം തരുന്ന ഓരോ നന്മകളും ദൈവത്തിന് നന്ദി പറയുവാന്, ദൈവത്തെ സ്തുതിപ്പാന് ഈ ദിവസങ്ങളിൽ ദൈവം നമ്മളെ സഹായിക്കട്ടെ. നമ്മളെ പോലുള്ള എത്രയോ പേരുകള് അത് കിടക്കയിൽ നിന്ന് എഴുന്നേക്കാൻ മേലാതെ ഒന്ന് സ്തോത്രം പറയുവാൻ കഴിയാതെ വണ്ണം എത്രയോ ഇരിക്കുമ്പോൾ, എത്രയോ പ്രതിസന്ധികളും പ്രതികൂലങ്ങളും പോയപ്പോഴും നമുക്ക് ദൈവത്തെ പാടി ആരാധിച്ച് സ്തുതിപ്പാന് അവസരങ്ങൾ ദൈവം തന്നിട്ടും നമ്മൾ അത് ഉപേക്ഷയായി ദൈവമക്കളെ നമ്മൾ വിചാരിക്കരുത്. പ്രാർത്ഥന എന്നത് പറയുന്നത് വലിയൊരു ആയുധമാണ്. അത് ശത്രുവിനെ തകർക്കുവാൻ ഏറ്റവും വലിയൊരു ആയുധമാണ് പ്രാർത്ഥന. ഈ പ്രാർത്ഥനയ്ക്ക് മറ്റുള്ളവരുടെ മുമ്പിൽ നമുക്ക് പേരോ പെരുമയോ ഒന്നും കാണത്തില്ലായിരിക്കും. അനേക ദൈവമക്കള് ദൈവദാസിമാര് പുറകിലിരുന്ന് കരയുന്നത് കൊണ്ടാണ് ഇന്ന് പലയിടത്തും സുവിശേഷ പ്രവർത്തനങ്ങളും അനേക ശക്തന്മാരായ ദൈവദാസന്മാരൊക്കെ പുറത്തു വരുവാൻ ഇടയാകുന്നത്. പ്രാർത്ഥനയ്ക്ക് ശക്തിയില്ലെന്നല്ല, പ്രാർത്ഥനയ്ക്ക് ശക്തിയുണ്ട്. ആ ശക്തിയിൽ നാം കയറി കഴിയുമ്പോൾ, ആ പ്രാർത്ഥനാ മുറിയിൽ നാം കയറി കഴിയുമ്പോൾ, ഏലിയാവ് കർമ്മേലിൽ ഒറ്റയ്ക്കാണ് കയറിയത്. അവിടെ തീ ഇറക്കിയെങ്കിൽ ദൈവത്തിന്റെ ഇതങ്ങളെ, ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കും. നമ്മൾ ആ പ്രാർത്ഥനയാവുന്ന കർമ്മയിലേക്ക് നാം ഒന്ന് കയറണം. അത് നമുക്ക് ആരുടെയും പരസഹായമില്ലാതെ ദൈവസന്നിധിയിൽ കടന്നു ചെല്ലുവാൻ പറ്റിയവരുടെമാണ് പ്രാർത്ഥന. എന്നാ വെച്ചാൽ മറ്റുള്ളവർ ആരും നമ്മൾക്കൊരു ഹെൽപ്പ് ചെയ്യുന്നില്ലെങ്കിലും, നമ്മൾ അടുക്കളയിലായിരിക്കുമ്പോഴോ നമ്മൾ ജോലി ചെയ്യുമ്പോഴോ നമ്മൾ ഏത് കാര്യങ്ങളായിരിക്കുമ്പോൾ നമ്മൾക്ക് പ്രാർത്ഥിക്കുവാൻ അവസരങ്ങളുണ്ട്. ഈ ദിവസങ്ങളിൽ നമുക്ക് പ്രാർത്ഥിച്ച് മുന്നേറുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. അത് എത്രത്തോളം എന്ന് ചോദിക്കുന്നവരോട് പരിശുദ്ധാത്മാവ് പറയുക, അത് നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി. നമ്മൾ പ്രാർത്ഥിക്കുന്ന ഏത് വിഷയമാണോ, അത് കരഞ്ഞു നിലവിളിക്കുന്ന ഏത് വിഷയമാണോ, അത് ദൈവസന്നിധിയിൽ എന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടിയില്ല, എനിക്ക് മാത്രം മറുപടിയില്ല എന്ന് ചോദിക്കുന്നിടത്ത് ദൈവം അത്ഭുതം പ്രവർത്തിക്കുവാൻ ഇടയാകും. അത് ഈ വചനങ്ങളാൽ ദൈവം നമ്മെ സഹായിക്കട്ടെ. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അടുത്തതായിട്ട് നമുക്ക് മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ആള് വന്നിട്ടുണ്ടോ? വന്നിട്ടുണ്ട്. ദൈവദാസിയെ മധ്യസ്ഥ പ്രാർത്ഥന ബിൻസി, ഓക്കെ, ദൈവദാസിയെ മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ക്ഷണിക്കുന്നു. മ്യൂട്ടാ. പ്രൈസ് ദി ലോർഡ്. എല്ലാവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എന്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുകയാണ്. നമ്മൾ പ്രാർത്ഥിക്കുവാനായിട്ടാണല്ലോ ഇനി അടുത്ത സെക്ഷൻ പ്രാർത്ഥനയാണല്ലോ. അനുഗ്രഹിക്കപ്പെട്ട ആരാധന ലീഡ് ചെയ്യുവാൻ തക്കുന്ന സിസ്റ്റർ സൂസനെ കർത്താവ് ബലപ്പെടുത്തി നല്ലൊരു ആലോചന സിസ്റ്റർ അനുവിൽ നിന്ന് നമുക്ക് കേൾക്കുവാനായിട്ട് ഇടയായി തീർന്നു. എന്നാൽ ഇനി നമുക്ക് പ്രാർത്ഥനയ്ക്കായിട്ട് നമ്മുടെ തലകളെ വണക്കാം. ഞാനൊരു വാക്യം വായിക്കുന്നു. എഫേസ്യ ലേഖനം 6-ാം അധ്യായം അതിന്റെ 18-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു: സകല പ്രാർത്ഥനയാലും യാചനയാലും ഏത് നേരത്തും ആത്മാവിൽ പ്രാർത്ഥിച്ചും അതിനായി ജാഗരിച്ചും കൊണ്ട് സകല വിശുദ്ധന്മാർക്കും എനിക്കും വേണ്ടി പ്രാർത്ഥനയിൽ പൂർണ്ണ സ്ഥിരത കാണിപ്പീൻ. ഇവിടെ ഫിലിപ്പിയ ലേഖന കർത്താവായിരിക്കുന്ന പൗലോസ് ഇപ്രകാരമാണ് പറയുന്നത്: ഏത് നേരത്തും
സകല പ്രാർത്ഥനയാലും യാചനയാലും ഏത് നേരത്തും ആത്മാവിൽ പ്രാർത്ഥിക്കുക. ഇന്ന് പൽക്കാലം നമ്മൾക്ക് പ്രാർത്ഥിക്കുന്നത് വിശ്വാസത്തോടെ ആത്മാവിൽ ചിലതിനെ നോക്കിക്കൊണ്ട് നമ്മൾ പ്രഖ്യാപിക്കുകയാണ്. നമ്മുടെ പ്രാർത്ഥന വെറും ആകാശത്തെ ഉള്ള പ്രാർത്ഥനയല്ല. അതായത് വിശ്വാസത്തോടെ പ്രാപിച്ചുവെന്ന് ചിലതിനെ നോക്കിക്കൊണ്ട് പ്രാർത്ഥിപ്പാന് കർത്താവ് നമുക്ക് ഇടയാകട്ടെ. ആ എഫേസ്യ ലേഖനത്തെ എന്തുകൊണ്ട് പ്രാർത്ഥിക്കണം? ഈ എഫേസ്യ ലേഖനത്തിന്റെ തന്നെ അതിന്റെ 5-ാം അധ്യായത്തിന്റെ 16-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നുണ്ട്, ഇത് ദുഷ്കാലമാകയാൽ സമയം തക്കത്തിൽ ഉപയോഗിക്കണം. പ്രിയ ദൈവമക്കളെ, ഇത് ദുഷ്കാലമാണ്. ഏറ്റവും ക്രൂഷ്യൽ ആയിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ വന്നിരിക്കുന്നത്. പ്രാർത്ഥന ഏറ്റവും അനിവാര്യമായിരിക്കുന്ന ഒരു കാലഘട്ടത്തിലേക്കാണ്. ഇപ്പം നമ്മൾ പ്രാർത്ഥിച്ചില്ല, എപ്പോഴാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്? ഉണർന്ന് പ്രാർത്ഥിക്കുവാനായിട്ട് കർത്താവ് നമ്മളെ ഇടയാക്കട്ടെ. നമ്മളിവിടെ 14 സഹോദരിമാരെ ഉള്ളെങ്കിലും ചുരുക്കം പേരെങ്കിലും കർത്താവ് നമ്മളുടെ നടുവിലുണ്ട്. അതുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം, നമുക്ക് വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നമ്മുടെ ദേശം ഒരു എലക്ഷനിലേക്ക് കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, ഈ ഒരു എലക്ഷന്റെ ആ സാഹചര്യങ്ങളൊക്കെ നമുക്കറിയാം. ഇപ്പോൾ നമ്മൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ നമുക്കറിയാം. ഇതെല്ലാം വെച്ചുകൊണ്ട് ഞാൻ ചില കാര്യങ്ങൾ ഇവിടെ പറയാൻ പോവുകയാണ്. നിങ്ങളത് ശ്രദ്ധിച്ച് കേൾക്കണം. അത് കേട്ടിട്ട് ആ വിഷയം മാത്രം ഊന്നി ആത്മാവിൽ നമ്മൾ പ്രാർത്ഥിക്കണം. വെറുതെ പ്രാർത്ഥിക്കരുത്. ആത്മനിയോഗത്തോടെ നമ്മൾ അതിനുവേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുവാനായിട്ട് പോവുകയാണ്. നമുക്കറിയാം, നമ്മുടെ ലോകസഭാ ഇലക്ഷനാണ്. 543 സീറ്റുകളുണ്ട്. അവിടെ 500 അത്രയും കാൻഡിഡേറ്റ് ഇവിടെ പിന്നെ മത്സരിക്കുമ്പോൾ നമ്മൾ ഒരു കാര്യം ഓർക്കണം, ദൈവഹിത പ്രകാരമുള്ളവർ മാത്രം കടന്നു വരുവാനായിട്ട് ഇടയായി തീരേണ്ടതിനായിട്ട് പ്രാർത്ഥിക്കാം. നമുക്ക് ഇന്നാര് വരണമെന്നൊന്നും പ്രാർത്ഥിക്കാനായിട്ട് നമുക്ക് സാധിക്കത്തില്ലെങ്കിലും നമുക്കറിയാമല്ലോ, കർത്താവിന് ഹിതപ്രകാരമുള്ളവര് മാത്രം കടന്നു വരണം. ഈ ഇലക്ഷന്റെ സമയത്ത് ഒരു ഉടായിപ്പ് കൊണ്ടും ഒന്നും നടക്കരുത്. നിഷ്പക്ഷമായ രീതിയിൽ ഈ 543 സീറ്റിലും ഒരു ക്രിമിനലും കടന്നു വരരുത്. കർത്താവ് ആഗ്രഹിക്കുന്നത് പോലെ തന്നെ സമാധാനപരമായിട്ട് ഈ ഇലക്ഷൻ നടക്കേണ്ടതിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. BJPയുടെയും RSSന്റെയും സംഘപരിവാറിന്റെയും ഒന്നും ഒരു തന്ത്രങ്ങളും ഇതിനകത്ത് ഉണ്ടാകുവാൻ ഇടയാകരുത്. നമ്മൾ ശ്രദ്ധയോടെ പ്രാർത്ഥിക്കണം. നമുക്കറിയാം, ഇവിടെ വെല്ലുവിളിച്ചുകൊണ്ടാണ് പറയുന്നത് 400 സീറ്റുകൾ പിടിക്കുമെന്നൊക്കെ പറയുകയാണ്. പുറപ്പാട് പുസ്തകത്തിൽ ഇങ്ങനെ നാം കാണുന്നു, ഫറവോന് ഇസ്രായേൽ മക്കളെ പിന്തുടർന്നപ്പോൾ യഹോവയായ ദൈവ അഗ്നിമേഘ സ്തംഭങ്ങളിൽ ഇരുന്നുകൊണ്ട് പ്രഭാതയാമത്തിൽ ഒന്ന് നോക്കിയതേ ഉള്ളൂ. ഞാൻ എത്ര അഹങ്കരിക്കുന്നവരെ ദൈവം താളടിയാക്കും. യേശുവിന്റെ നാമത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ ദൈവം ഒരു അട്ടിമറി നടത്തേണ്ടതിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം ഇറങ്ങി പ്രവർത്തിക്കേണ്ടതിനായിട്ട് നമുക്കറിയാം, എത്രയോ ദൈവദാസന്മാരെ പീഡിപ്പിച്ച് അവർ ജയിലിലും മറ്റും ആയിരിക്കുന്നു. എന്തെല്ലാം അക്രമങ്ങളും അനീതികളുമാണ് നടക്കുന്നത്. അതുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം, കർത്താവേ, ഈ ഇലക്ഷൻ സമാധാനപരമായിട്ടായിരിക്കണം. പണം കൊണ്ടോ അധികാരത്തിന്റെ ഹുങ്കു കൊണ്ടോ ഒന്നും നേടുവാന് ഇടയാക്കരുത്. ബൂത്ത് തലം മുതൽ കർത്താവെ ഒരു ട്രിക്കും നടക്കുവാന് ഇടയാക്കരുത് എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഇലക്ഷൻ കമ്മീഷനെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. അവര് നിഷ്പക്ഷമായ രീതിയിൽ ആരുടെയും വശത്ത് നിന്ന് അല്ലെങ്കിൽ ആർക്കും അനുകൂലമായിട്ടല്ല, നിഷ്പക്ഷമായ രീതി ദൈവഭയത്തോടു കൂടി അവരും പ്രവർത്തിക്കേണ്ടതിനായിട്ട് പ്രാർത്ഥിക്കാം. ഇലക്ഷൻ ഡ്യൂട്ടി ചെയ്യുന്ന സർവ്വ മനുഷ്യരെ ഓർത്ത് പ്രാർത്ഥിക്കാം. എല്ലാവരും നീതിയോടെ പ്രവർത്തിക്കേണ്ടതിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു അനിഷ്ട സംഭവങ്ങളൊന്നും ഉണ്ടാകരുത്. സമാധാനപരമായിട്ട് എല്ലാ കാര്യങ്ങളും നടക്കണം. ബൂത്ത് പിടുത്തമോ മറ്റോ പണത്തിന്റെ സ്വാധീനം കൊണ്ടോ ഒന്നും നേടുവാനും ഇടയാകാതിരിക്കേണ്ടതിന് വരാൻ പോകുന്ന ഇലക്ഷനെ ഓർത്ത് ഒരാൾക്ക് പ്രാർത്ഥിക്കാം. പ്രാർത്ഥിച്ചാട്ട്. പ്രൈസ് ദി ലോർഡ്. ഇത്രയും പേരുണ്ടായിട്ട് ഒരാൾ പ്രാർത്ഥിക്കാനില്ലയോ? പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവേ, നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. കർത്താവെ, വരാൻ പോകുന്ന ഇലക്ഷനായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ പറഞ്ഞ ഓരോ കാര്യങ്ങളും കർത്താവ് ശ്രദ്ധ വെച്ച് കേട്ടതിനായിട്ട് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, അങ്ങയുടെ കരങ്ങളിൽ ഞങ്ങൾ ഈ വിഷയങ്ങളെല്ലാം ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. സ്വർഗത്തിലെ ദൈവം ഞങ്ങൾക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലം ആരുമില്ല. നീ അത്ഭുതങ്ങളുടെ ദൈവമാകയാൽ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. കർത്താവെ, അല്ലേ ഞങ്ങൾ മയങ്ങിയിരിപ്പാനല്ല ഞങ്ങളെ ഏൽപ്പിച്ച ഉത്തരവാദിത്വം കർത്താവെ, ഞങ്ങൾ ഉണർന്ന് തലപൊക്കി നോക്കുവാൻ ദൈവം ഇടയാക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഈ സമയത്ത് ഞങ്ങൾ മിണ്ടാതിരുന്നാൽ യഹൂദന് മറ്റൊരിടത്തു നിന്ന് അല്ലെങ്കിൽ രക്ഷയുണ്ടാവും. എന്നാൽ ഞങ്ങളോട് ദൈവം കണക്ക് ചോദിക്കുമല്ലോ. കർത്താവെ, ഹല്ലേലൂയ. ദൈവമേ, നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഇലക്ഷന് കർത്താവെ സമാധാനപരമായി പര്യവസാനിക്കുവാൻ ദൈവം ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അല്ലെങ്കിൽ പണത്തിന്റെയോ അല്ലെങ്കിൽ ഒരു സ്വാധീനം അവിടെ ഉണ്ടാകുവാൻ
ഇടയാക്കരുതെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അങ്ങയുടെ കരങ്ങളിലേക്ക് ഞങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. പരിശുദ്ധ പിതാവേ, നീ പ്രവർത്തിക്കണമേ. ഞാൻ പ്രവർത്തിക്കും, ആർ തടുക്കും എന്ന് നിന്റെ വചനമാകയാൽ നന്ദിയോടെ നിന്നെ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു കർത്താവെ. ഹല്ലേലൂയ. നിന്റെ കരങ്ങളിലേക്ക് ഞങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. സകല മഹത്വത്തോടും എടുക്കണ യേശുവിന്റെ നാമത്തിൽ തന്നെ, ആമേൻ. പ്രൈസ് ദി ലോർഡ്. പ്രിയ സഹോദരിമാരെ, 13 പേര് നമ്മൾ ഇവിടെ ഉണ്ട്. നമ്മൾ എന്തോതിനാ ഇങ്ങോട്ട് വന്നേ? നമ്മൾ പ്രാർത്ഥിക്കാനല്ലയോ വന്നത്? ഒരു കാര്യം പറഞ്ഞിട്ട് അതിന് പ്രാർത്ഥിക്കാൻ നമ്മളെ കൊണ്ട് ആവത്തില്ലേ? പിന്നെ നമ്മൾ എന്തിനാ ഇവിടെ കൂടിയതിൽ ഉദ്ദേശം? വാസ്തവത്തിൽ വലിയ കഷ്ടമാണ്. ഇങ്ങനെയൊന്നും അല്ല പ്രാർത്ഥിക്കുന്നത്. നമ്മള് ചുമ്മാ അത് കാഴ്ചക്കാരെ പോലും ഇവിടെ വന്നിട്ട് പോവാനാ. അങ്ങനെ വന്നേ നമുക്ക് വീട്ടിൽ ജോലിയില്ലയോ? ഇത് പറയേണ്ടി വന്നതിൽ ഞാൻ ദുഃഖിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അടുത്ത വിഷയം പറയാൻ പോവുകയാണ്. ആരും പ്രാർത്ഥിച്ചില്ല, അത് ഞാൻ തന്നെ പ്രാർത്ഥിക്കുന്നതായിരിക്കും. പ്രൈസ് ദി ലോർഡ്. അടുത്തതായിട്ട് നമുക്ക് അടുത്ത വിഷയം പറയുകയാണ്. നമ്മുടെ യൗവനക്കാർ കുഞ്ഞുങ്ങൾക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്കറിയാം നമ്മുടെ കുഞ്ഞുങ്ങളാണ് നമ്മുടെ സ്വത്താണ്. നമ്മൾ ആ കഷ്ടപ്പെടുന്ന അവർക്ക് വേണ്ടിയാണ്. ഇന്ന് എത്രയോ കുടുംബങ്ങൾ അസമാധാനത്തിലായിരിക്കുകയാണ്. കുഞ്ഞുങ്ങളെല്ലാവരും അല്ലെങ്കിൽ അവരവരുടേതായിട്ടുള്ള ദൈവ വഴി വിട്ടുപോകുന്ന ഒരു പറ്റം ജനത്തെയാണ് നമ്മൾ കാണുവാനായിട്ട് സാധിക്കും. നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാം ദൂരദേശത്ത് പഠിക്കാനും ഒക്കെ പോയിരിക്കുകയാണ്. അവരവിടെ ആയിരിക്കുമ്പോൾ കർത്താവ് അവരെ പരിപാലിക്കേണ്ടതിന് വേണ്ടി അവരായിരിക്കുന്ന സ്ഥലത്ത് ദൈവത്തിന്റെ വചനം സൗരഭ്യം പരത്തേണ്ടതിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ നമുക്കറിയാം, ഈ കേരളത്തിൽ തന്നെയാണെങ്കിൽ 1507 സ്കൂളുകൾ ലഹരി മാഫിയയുടെ കയ്യിലാണ്. നമുക്ക് ഇത് വല്ലതും അറിയാമോ? ഈ കേരളത്തിൽ മാത്രം 1507 സ്കൂളുകൾ ലഹരി മാഫിയയുടെ കയ്യിലാണ്. ഏറ്റവും കൂടുതൽ എറണാകുളത്താണ്, അതായത് 113 സ്കൂളുകൾ. രണ്ടാമത്തെ സ്ഥാനം തൃശ്ശൂരിനാണ്, 106 സ്കൂൾ. അങ്ങനെ ഇങ്ങനെയാണ് താഴോട്ട് 100 കൂടുതൽ അവര് ആ 2 ജില്ലകളിലെ സ്കൂളുകൾക്കാണ്. നമുക്കറിയാം, സ്കൂൾ എന്ന് പറഞ്ഞാൽ 10ാം ക്ലാസ് വരെയുള്ള അല്ലെ +2 വരെയുള്ള കുഞ്ഞുങ്ങളാണ്. അവരുടെ ആ സ്കൂളുകൾ ലഹരി മാഫിയയുടെ കയ്യിലാണെങ്കിൽ നമ്മൾ ഓർത്തേ, നമ്മുടെ കൊച്ചു കുഞ്ഞുങ്ങൾ 7ാം ക്ലാസ്സിലും 8ാം ക്ലാസ്സിലും പഠിക്കുന്ന കുഞ്ഞുങ്ങളാണ് മുട്ടായി രൂപത്തിലും ഒക്കെ ലഹരിക്ക് അടിമകളായി തീരുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ കാമ്പസ് രാഷ്ട്രീയം നമുക്കറിയാം. എല്ലാ കോളേജുകളിലും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ പേപ്പറിലൂടെയൊക്കെ വായിച്ചതാണ്. എത്രയോ ചെറുപ്പക്കാരെ കൊന്നു തള്ളുകയാണ്. ഇതിനൊക്കെ വിപരീതമായിട്ട് ഇതിന്റെയൊക്കെ പുറകിൽ പ്രവർത്തിക്കുന്നത് ഒരു പൈശാചിക വ്യാപാരമാണ്. അറുക്കുവാനും മുടിക്കുവാനും നശിപ്പിക്കുവാനുമാണ് പിശാച് വന്നത്. എന്നാൽ സമൃദ്ധിയായി ജീവൻ നൽകാമെന്ന കർത്താവിങ്കിലേക്ക് നമ്മുടെ കുഞ്ഞുങ്ങൾ തിരിയേണ്ടതിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. കുഞ്ഞുങ്ങൾ അല്ലെങ്കിൽ അവർ അനുഗ്രഹിക്കപ്പെട്ടവരായി തീരേണ്ടതിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. എത്രയോ ആത്മഹത്യകളാണ് നടക്കുന്നത്. എത്രയോ ചെറുപ്പക്കാര് അല്ലെങ്കിൽ പ്രേമനൈരാശ്യത്തിലും ഒക്കെ പെട്ട് അവര് കൊലപാതകത്തിനും അല്ലെങ്കിൽ ആത്മഹത്യക്കും ഒക്കെ വഴിപ്പെടുകയാണ്. ഇതിനെയൊക്കെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. അതുപോലെ അപകട മരണങ്ങൾ നമുക്കറിയാം. നമ്മുടെ സംസ്ഥാനത്ത് കഴിഞ്ഞ ദിവസങ്ങളില് ടിപ്പർ കയറി എത്ര 2, 3, 4 അങ്ങനെ എത്ര മരണങ്ങളാണ് കഴിഞ്ഞ ഒരാഴ്ചക്കകം നടന്നത്. ഇതിന്റെയൊക്കെ പിൻപിൽ ഒരു പൈശാചിക വ്യാപാരമാണ്. നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കാം. നമ്മുടെ കുഞ്ഞുങ്ങൾ ദൈവത്തിന്റെ പത്യോപദേശത്തിൽ വളർന്നു വരേണ്ടതിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അവർ പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടേണ്ടതിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. കുഞ്ഞുങ്ങളുടെ ഉള്ളിൽ ഒരു ദൈവികമായിട്ടുള്ള ഒരു വെളിച്ചം ഉണ്ടാകേണ്ടതിനായിട്ട് പ്രാർത്ഥിക്കാം. നമ്മുടെ യൗവനക്കാർ കുഞ്ഞുങ്ങളെ ഓർത്ത് ഒരാൾക്ക് പ്രാർത്ഥിക്കാം. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം കർത്താവേ, സ്തോത്രം 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 സ്തോത്രം. ഈ പ്രാർത്ഥനാ വിഷയത്തിനായി സ്തോത്രം ചെയ്യുന്നു കർത്താവെ. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ. നീ സഹായിക്കണമേ, അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവരകത്ത് വരുമ്പോഴും പുറത്തു പോകുമ്പോൾ അനുഗ്രഹിക്കപ്പെട്ടവരായി തീരുവാൻ, പരിശുദ്ധാത്മാവെ വചനം അവരുടെ ഉള്ളിലായിരിക്കാൻ ദൈവം ഇടയാക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന അനേകർക്ക് മാതൃകയുള്ള കുഞ്ഞുങ്ങളായി തീരുവാൻ കർത്താവെ ഇടയാക്കണമേ. കഞ്ചാവിനും മയക്കുമരുന്നിനും മദ്യത്തിനും അടിമയായിരിക്കുന്ന അനേകരുണ്ട് കർത്താവെ. യൗവനക്കാർക്ക് വേണ്ടി ഞങ്ങൾ പ്രത്യേക പ്രാർത്ഥിക്കുന്ന കർത്താവെ. അവർ ഈ ലോകത്തിന്റെ മോഹങ്ങൾക്ക് പോകാതെ ദൈവ ഇഷ്ടം ചെയ്യുവാൻ, ദൈവകൃപ അവരിലേക്ക് വ്യാപരിപ്പാൻ കർത്താവെ അവർ യേശുവിനെ അറിയുവാൻ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കുഞ്ഞുങ്ങൾ മുഖാന്തരം കർത്താവെ വേദനിക്കുന്ന മാതാപിതാക്കൾ ഉണ്ട് കർത്താവെ. അവരെ നീ കർത്താവെ ഓർക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഞങ്ങൾക്കൊന്നും ചെയ്യുവാൻ കഴിവില്ലെങ്കിലും പരിശുദ്ധാത്മാവെ ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ദൈവം പ്രവർത്തിക്കുമാറാകണമേ. ഈ നാളുകളിൽ ശത്രു അതിന്റെ മുഴുവലത്തോടെ ശക്തിയോടെ ഓടുമ്പോൾ നമ്മുടെയൊക്കെ കുഞ്ഞുങ്ങളെ രക്തക്കോട്ടയ്ക്കുള്ളിൽ നീ വഹിച്ചു
കൊള്ളുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. എന്റെ ദൈവമേ, കുഞ്ഞുങ്ങളൊക്കെയും മദ്യത്തിനും ലഹരിക്കും അടിമയായിരിക്കുന്നവരുണ്ടല്ലോ കർത്താവേ, ആത്മഹത്യ ചെയ്യുന്നവരുണ്ടല്ലോ കർത്താവേ, നീ അവരോടൊക്കെ കരുണ കാണിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. അവരുടെ ആത്മാവിനെ നഷ്ടമാക്കുവാൻ ഇടയാക്കല്ലേ കർത്താവേ. നിന്റെ കരങ്ങളിൽ ഒരു പ്രാവശ്യം കൂടെ കുഞ്ഞുങ്ങളെ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുകയാണ് കർത്താവേ. കുഞ്ഞാടിന്റെ രക്തം കൊണ്ട് ഞങ്ങളുടെ ഓരോ കുഞ്ഞുങ്ങളെ മുദ്രയിട്ട് പ്രാർത്ഥിക്കുന്നപ്പാ. ദൈവത്തിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം, യേശുവിന്റെ നാമത്തിൽ തന്നെ, ആമേൻ. ആമീൻ. അടുത്ത ഒരു വിഷയം പറയാൻ പോവാണ്. നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയൊരു വിഷയമാണ് വന്യമൃഗ ആക്രമണം. നമ്മൾ ആ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. നമുക്കറിയാം, ഓരോ ദിവസവും വന്യമൃഗങ്ങൾ കാട്ടിൽ നിന്ന് നാട്ടിലേക്ക് ഇറങ്ങി, ജനവാസ കേന്ദ്രത്തിലേക്ക് ഇറങ്ങി, ജീവൻ അപായമായിട്ട് അല്ലെങ്കിൽ നമുക്കറിയാം ഓരോ ദിവസവും കുറെ നാളുകളായിട്ട് ഇത് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ആനയും കടുവായും പുലിയും തന്നെയല്ല ഈ കാട്ടുപന്നിയും ഒക്കെ ഇറങ്ങി പാവപ്പെട്ട കൃഷിക്കാരുടെ കൃഷികൾ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അവര് കുറെ മരിക്കുന്നു, ജീവിതങ്ങള് ഒലിഞ്ഞു പോകുന്നു. അതല്ലാതെ അർത്ഥപ്രാണന്മാരായിട്ട് ഭവനങ്ങളിൽ അല്ലെങ്കിൽ ഇതിന്റെയൊക്കെ ആക്രമണത്തിന് ഇരയായിട്ട് കാലും കൈയും ഒടിഞ്ഞ് എഴുന്നേക്കാൻ കഴിയാത്ത രീതിയിൽ എത്രയോ പേര് അല്ലെങ്കിൽ അങ്ങനെ ഭവനങ്ങളിലായിരിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവിന് മാത്രമേ ഇത് പരിഹരിക്കാൻ കഴിയത്തുള്ളൂ. സമുദ്രത്തെ മണലുകൊണ്ട് അതിരിട്ട ദൈവം വനമേഖലയെ കർത്താവ് അതിരിടേണ്ടതിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ആ വന്യമൃഗങ്ങളൊന്നും നാട്ടിലേക്ക് ഇറങ്ങാതെ വണ്ണം അവിടെ തന്നെ അത് നിൽക്കേണ്ടതിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവിന് മാത്രമേ ഇതിന് പ്രവർത്തിപ്പാനായിട്ട്. എത്ര ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് പരിശ്രമിച്ചാലും അതിനൊക്കെ ഒരു പരിധിയുണ്ട്. നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. കർത്താവെ, പ്രിയപ്പെട്ടവരൊക്കെ എത്രയോ കുടുംബങ്ങൾ അനാഥമായി തീർന്നു. ഈ കാട്ടുമൃഗങ്ങളുടെ ശല്യത്തിൽ നിന്ന് ഞങ്ങളുടെ കേരളത്തെ വിടുവിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്കൊന്നും അതിന്റെ ശല്യമൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് നമുക്ക് അത്രയും ഭാരമില്ലാത്തത്. വനമേഖലയിൽ താമസിക്കുന്നവർക്കൊക്കെ അറിയാം, അവർ ഓരോ ദിവസവും നേരം വെളുപ്പിക്കുന്നത് എത്രമാത്രം ഭയത്തോടു കൂടിയാണ്. പ്രിയ ദൈവമക്കളെ, ആ ഉത്തരവാദിത്വം നമ്മുടെ പ്രിയപ്പെട്ടവരാണ് അവരെന്നുള്ള ആ ഒരു കൺസെപ്റ്റിൽ നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ, അവരോട് കരുണ തോന്നുമാറാണമേ. ഈ വലിയ ധനവാന്മാരും അംബാനിയും ഒന്നും അവിടെ വനമേഖലയിലൊന്നും പോയി താമസിക്കത്തില്ല. ഏറ്റവും പാവപ്പെട്ടവരായിരിക്കും. കർത്താവെ, അവരോട് കരുണ തോന്നണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഇനി ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഞങ്ങളുടെ കേരളത്തിൽ ഉണ്ടാകരുതേ കർത്താവെ. ഞങ്ങൾ അതിനെ അതിരി പ്രാർത്ഥിക്കുകയാണെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ അവരുടെ കൃഷികളെ നശിക്കുമ്പോഴും ഒക്കെ അവര് ആത്മഹത്യയുടെ വക്കിൽ എത്രയോ കർഷകരായിരിക്കുകയാണ്. അവർക്ക് വേണ്ടതൊക്കെ അവരുടെ ആ കോമ്പൻസേഷൻ ഒക്കെ കൊടുക്കുവാൻ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് തയ്യാറാകേണ്ടതിനായിട്ട് ഈ വിഷയങ്ങളെ ഓർത്തുകൊണ്ട് ഒരാൾക്ക് പ്രാർത്ഥിക്കാം. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം കർത്താവേ, സ്തോത്രം 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 സ്തോത്രം. സ്നേഹസമ്പന്നനായ ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, ഹല്ലേലൂയ കർത്താവേ. യേശപ്പാ, ഈ രാവിലെ സമയത്തിനായി അങ്ങ് സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു കർത്താവേ. യേശപ്പാ, ഈ പറഞ്ഞ വിഷയത്തിന് വേണ്ടി കർത്താവേ അങ്ങയുടെ പാദത്തിൽ വരുന്നു യേശു കർത്താവേ. ഹല്ലേലൂയ, ആമേൻ കർത്താവേ. ദൈവമേ, ഹല്ലേലൂയ. വന്യമൃഗങ്ങളുടെ കർത്താവേ, ഹല്ലേലൂയ ഹല്ലേലൂയ. ശല്യം കാരണം കർത്താവേ, ദൈവമേ, കർത്താവേ, വനത്തിന്റെ പകുതികളിൽ താമസിക്കുന്ന മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ആമേൻ കർത്താവേ. പലപ്പോഴും ദൈവമേ, ഹല്ലേലൂയ, ന്യൂസുകളിൽ വരുന്നുണ്ട് കർത്താവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. വന്യമൃഗം ചവിട്ടി കൊന്ന് തൂക്കി എറിഞ്ഞ് അനേകം മക്കൾ ഇന്ന് മരണമടഞ്ഞിരിക്കുന്ന കർത്താവേ. ഭവനങ്ങളൊക്കെയും ലാഭഭവനങ്ങൾ ദുഃഖത്തിലും ഭാരത്തിലും വേദനയിലും കണ്ണുനീരിലും ഒക്കെ ആയിരിക്കുന്ന പച്ച. ഇനി ആർക്കും അങ്ങനെ സംഭവിക്കാൻ അവിടുന്ന് അനുവദിക്കല്ലേ കർത്താവേ. അവിടുത്തെ സംരക്ഷണം കൂടെ ഇരിക്കണമേ അപ്പ. യേശപ്പ, മനുഷ്യന് കഴിയാത്തത് കർത്താവെ അങ്ങക്ക് സാധിക്കും. യേശപ്പ, അങ്ങക്ക് അസാധ്യമായിട്ട് ഒന്നുമില്ലല്ലോ കർത്താവെ. അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന കർത്താവെ. അവരൊക്കെ ഞങ്ങളുടെ മാംസത്തിന് മാംസവും രക്തത്തിന് രക്തവുമാകുന്നു കർത്താവെ. അപ്പ, അങ്ങല്ലാതെ അവര് കർത്താവെ രക്ഷിപ്പാൻ ആർക്കും കഴിയത്തില്ല. അങ്ങയുടെ കരം നീട്ടി അവിടുത്തെ മക്കളെയൊക്കെ രക്ഷിക്കണമേ. ഇനി ആർക്കും ഇങ്ങനെ ഒന്നും സംഭവിക്കല്ലേ അപ്പ. ഒരു വന്യമൃഗങ്ങളും കർത്താവെ ഇനി ഹല്ലേലൂയ അപ്പ പട്ടണത്തിലോ ദേശത്തിലോ ഇറങ്ങാൻ അനുവദിക്കല്ലേ കർത്താവെ. അപ്പ, അവിടുത്തെ വേലയടിച്ച് പാതുകാത്തുകൊള്ളണമേ. അങ്ങയുടെ മക്കളെല്ലാവേ ഹല്ലേലൂയ പാതുകാത്തുകൊള്ളും അപ്പ. കർത്താവെ, സ്തോത്രം 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 യേശു കർത്താവെ. ഭയത്തോടെ ദൈവമേ രാത്രിയിൽ കിടന്നുറങ്ങുന്ന കർത്താവെ. ജോലിക്ക് പോലും പോകാൻ കഴിയാതെ എത്ര മക്കൾ കർത്താവെ ഭയത്തോടെ ഇരിക്കുന്ന പച്ച. അവിടുന്ന് കാത്തുകൊള്ളണമേ, കാക്കണമേ അപ്പ. യേശുവേ, അങ്ങക്ക് പരിമിതികളോ ഇല്ലല്ലോ കർത്താവെ. അപ്പ, മനുഷ്യന് പരിധിയുണ്ട് കർത്താവെ. അങ്ങക്ക് ഇതൊന്നും ഇല്ലല്ലോ കർത്താവ്. അങ്ങക്ക് അസാധ്യമായിട്ടും ഒന്നുമില്ല പച്ച. മക്കളെല്ലാം വെളിയടിച്ച് പാതുകാത്തുള്ളൂ. യേശു ക്രിസ്തു മൂലം പ്രാർത്ഥനയുടെ ജീവനുള്ള നല്ല പിതാവേ, ആമേൻ ആമേൻ.
ക്രൈസ്തലോട് കർത്താവ് പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം ചെയ്യാം. ഇനി ഇവിടെ ഉള്ള ആർക്കെങ്കിലും എന്തെങ്കിലും പ്രത്യേക വിഷയം പ്രാർത്ഥിക്കേണ്ടതായിട്ടുണ്ടെങ്കിൽ അത് പറയാൻ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ആർക്കെങ്കിലും എന്തെങ്കിലും പ്രത്യേക വിഷയം ഉണ്ടെങ്കിൽ പറയാം. പ്രൈസ് ലോർഡ് സിസ്റ്റർ. എന്റെ പേര് ലിസി ചെന്നൈയിൽ നിന്നാണ്. ലിസി എന്റെ പേര് ലിസി, ചെന്നൈയിൽ നിന്നാണ്. സിസ്റ്റർ എനിക്ക് നാട്ടിലെ, ഞാൻ കൊല്ലം എന്റെ നേറ്റീവ് പ്ലേസ് ഒന്ന് കൊല്ലം. അവിടെ ഞാൻ കൊല്ലം കൊണ്ടുവരാം. അവിടെ ഒരു ഭവനം നിർമ്മിക്കണമെന്നൊരു ആഗ്രഹമുണ്ട്. അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ സഹായം യേശു അപ്പച്ചൻ ചെയ്യണം. എനിക്കൊരു ചേച്ചി അവിടെ ഉണ്ട്, സുഖമില്ലാത്തതാ, ഒറ്റയ്ക്കാ താമസിക്കുന്നത്. അപ്പൊ ഞാൻ ഇവിടുന്ന് ചെന്നൈയിൽ നിന്ന് നാട്ടിൽ പോകാനുള്ള ഒരു ചെറിയ ആഗ്രഹമുണ്ട്. ചേച്ചി ഒറ്റയ്ക്കുള്ളായത് കൊണ്ട് ഇവിടെ ഞാനും ഒറ്റയ്ക്കുള്ളു. യേശുപ്പച്ചനോട് ഇരുന്ന് അപ്പച്ചന്റെ വേല ചെയ്യുക. അപ്പൊ അതിന് ഒരു ഭവനത്തിന് വേണ്ടി അതിന്റെ എല്ലാ ആവശ്യങ്ങളും യേശുപ്പച്ചൻ നടത്തി തരണം. ഈ ഹസ്ബൻഡില്ല, കുഞ്ഞുങ്ങളില്ല, ജോലിയില്ല. യേശുപ്പച്ചൻ എന്നെ ഇവിടെ വാടക കൊടുത്ത് നടത്തുന്നത്. ഒരു ചെറിയ ഭവനത്തിന് വേണ്ടി നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന ചോദിക്കുന്നു. ഓക്കെ, ഇനി ആരെങ്കിലും ഉണ്ടോ? ഏതെങ്കിലും വിഷയമുണ്ടോ പ്രാർത്ഥിക്കാൻ? ആർക്കെങ്കിലും പ്രത്യേക വിഷയം വല്ലതും ഉണ്ടോ? നമ്മളിവിടെ കൂടിയിരിക്കുന്നവർക്ക് എന്തെങ്കിലും വിഷയമാണ് പറയാൻ, നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം അതിനു വേണ്ടി. ഓക്കെ, ആ സിസ്റ്റർ പറഞ്ഞ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. അതുപോലെ പ്രിയ സൂസൻ സിസ്റ്റർ പറഞ്ഞല്ലോ, തന്റെ മോളുടെ വിവാഹമാണ്, അത് ഭംഗിയായിട്ട് നടക്കേണ്ടതിനായിട്ടും കുഞ്ഞിന് അനുഗ്രഹിക്കപ്പെട്ട ഒരു കുടുംബജീവിതത്തിൽ പ്രവേശിക്കേണ്ടതിനായിട്ടും ഈ രണ്ട് വിഷയത്തിനായിട്ട് പ്രാർത്ഥിക്കാം. പ്രൈസ് ദി ലോർഡ്. പരിശുദ്ധനായ ദൈവമേ, സ്വഭാവേ, ഇത്രത്തോളം സമയം പ്രാർത്ഥനയിലായിരിക്കാൻ ദൈവം ഞങ്ങളെ സഹായിച്ചല്ലോ കർത്താവെ. അതിനായിട്ട് സ്തോത്രം ചെയ്യുന്ന പ്രിയ ലിസി സിസ്റ്റർ പറഞ്ഞ വിഷയത്തിനായി പ്രാർത്ഥിക്കുന്നു കർത്താവെ. അല്ലെങ്കിൽ ഒരു ഭവനം ചമപ്പാനായിട്ട് കർത്താവെ തന്റെ മകൾ ആഗ്രഹിക്കുകയാണല്ലോ കർത്താവെ. ഹല്ലേലൂയ. ആരുമില്ലാത്തവർക്ക് യഹോവ സമീപസ്ഥനാണല്ലോ കർത്താവെ. ദൈവമേ, ആരുമില്ലാത്തവർക്ക് കർത്താവ് ഉണ്ടല്ലോ ദൈവമേ. തനിക്ക് മറ്റാരുമില്ല തന്നെ സഹായിപ്പാനെങ്കിലും സ്വർഗത്തിലെ ദൈവമേ, അവിടുന്ന് ഭൂമിയിലായിരുന്ന സമയത്ത് കർത്താവെ അനാഥർക്കും വിധവമാർക്കും ആശ്രയം മറ്റവർക്കും വേണ്ടി പ്രവർത്തിച്ച ദൈവമാണെങ്കിൽ നീ ഇന്നും പ്രവർത്തിക്കുന്ന ദൈവം തന്റെ ഭക്തന്മാരുടെ നല്ല ആഗ്രഹങ്ങളെ സാധിപ്പിച്ചു കൊടുക്കുന്ന കർത്താവെ. ആ പ്രിയ ദാസിക്കായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഹല്ലേലൂയ. നിന്റെ പക്കൽ ധനവും മാനവും പുരാതന സമ്പത്തും ഉണ്ടല്ലോ, നിനക്കൊന്നിനും കുറവില്ലല്ലോ. യേശുവിന്റെ നാമത്തിൽ കർത്താവെ ആ സഹോദരിക്ക് വേണ്ട എല്ലാ സാമ്പത്തിക നന്മകളും ഉണ്ടാകട്ടെ കർത്താവെ. തക്ക സമയത്ത് ഒരു ഭവനം ചമപ്പാൻ തക്കണം കർത്താവെ. ഹല്ലേലൂയ. വേണ്ട എല്ലാ സാഹചര്യങ്ങളെ അനുകൂലമാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഈ ലോകത്തില് ഒരു ഭവനം എന്നുള്ളത് കർത്താവെ ആഗ്രഹമാണല്ലോ ദൈവമേ. അങ്ങനെ ആണെങ്കിൽ കർത്താവെ അത് ആവശ്യമാണല്ലോ കർത്താവെ. കർത്താവ് അങ്ങനെ ചെയ്യാൻ പോകുന്നതിനായി സ്തോത്രം. പ്രിയ കർത്താവെ സൂസസിസ്ന കുടുംബത്തിനായി പ്രാർത്ഥിക്കുന്നു. തന്റെ മോളുടെ വിവാഹമാണല്ലോ കർത്താവെ. ഹല്ലേലൂയ. അതിനായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ. അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ ആ വിവാഹം നടക്കുവാൻ ദൈവം സഹായിക്കണമേ. അനുഗ്രഹിക്കപ്പെട്ട കുടുംബജീവിതത്തിലേക്ക് പ്രവേശിപ്പാൻ നിന്റെ മകളെ അവിടുന്ന് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ കരങ്ങളിലേക്ക് ഞങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കായി പ്രാർത്ഥിക്കുന്നു. ആരും പറഞ്ഞില്ലേലും അവരുടെ ഉള്ളറകളിലെ വിഷമങ്ങള്, ഹല്ലേലൂയ, ഉള്ളറകളുടെ വിഷയങ്ങള്, നീറല് കർത്താവെ, ഹല്ലേലൂയ, ഞരക്കങ്ങൾ ഒക്കെ അറിയാവുന്ന കർത്താവ് നീ ആകയാൽ നിന്റെ കരങ്ങളിലേക്ക് ഞങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അടുത്ത വചനം ശുശ്രൂഷിക്കുന്ന കർത്താവിന്റെ ദാസിക്കായി പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിക്കപ്പെട്ട ദൈവവചനം ഇന്ന് പോൽക്കാലം ശ്രവിപ്പാൻ ഞങ്ങളെ ഇടയാക്കണമേ. ആത്മനിറവില് കർത്താവെ, ഹല്ലേലൂയ, പരിശുദ്ധാത്മാവിന്റെ നിറവിൽ ശുശ്രൂഷിപ്പാന് അത് കേൾക്കുന്ന ഞങ്ങളുടെ ജീവിതത്തില് വളരെ ഹല്ലേലൂയ പ്രയോജനം ചെയ്യുവാൻ കർത്താവിന്റെ വരവിന് വേണ്ടി ഞങ്ങൾ ഒരുക്കുന്ന വചനമായിരിക്കണം. ഹല്ലേലൂയ, ഞങ്ങളുടെ മുറിവുകളെ കെട്ടുന്ന വചനമായിരിക്കണം കർത്താവെ. ഹല്ലേലൂയ. ദൈവമേ, അവിടുന്ന് അതിന്റെ മകളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന അവോട് കൂടി ഇരിക്കണമേ. ഇതിന് വേണ്ടി പ്രവർത്തിക്കുന്ന കർത്താവെ, നിർമ്മലയ്ക്കായി കുടുംബത്തിനായി പ്രാർത്ഥിക്കുന്നു കർത്താവെ. ആ കുടുംബത്തെയും കർത്താവ് അനുഗ്രഹിക്കണമേ. കർത്താവിന്റെ വേലയിൽ പിന്നെയും മുതിർന്നു വരുവാൻ ദൈവമേ അവിടുന്ന് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. നിങ്ങളുടെ കരങ്ങൾ ഒരു പ്രാവശ്യം കൂടി ഏൽപ്പിക്കുന്നു. സകലമാത്തോടുന്ന് എടുക്കണം യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഓവർ ടു സിസ്റ്റർ. അനുഗ്രഹിക്കപ്പെട്ട 4 ആലോചന പ്രാർത്ഥനകൾ നമുക്ക് അന്യോന്യം വിഷയങ്ങൾ പറഞ്ഞ് പ്രാർത്ഥിക്കാൻ ദൈവം നമ്മെ സഹായിച്ചു. അത് നമ്മൾ ഒരു പ്രാർത്ഥന പോരാളികളായി നമ്മൾ മാറണം. സഹോദരിമാരാക്ക് പ്രാർത്ഥിക്കാൻ ഒത്തിരി സമയങ്ങളും അവസരങ്ങളും ഉണ്ട്. നമ്മൾ അന്യോന്യം വിഷയങ്ങൾ വന്ന് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ ഇടയാകും. ദൈവം സഹായിക്കട്ടെ. ദൈവദാസിയെ ധാരാളമായിട്ട് ദൈവം സഹായിക്കട്ടെ. പ്രാർത്ഥനയ്ക്ക് നേതൃത്വം കൊടുത്തല്ലോ. അനേക വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും ഇടിവിൽ നിൽപ്പാനും ദൈവദാസിയെ സഹായിച്ചതിനെ സ്തോത്രം. പ്രാർത്ഥനയിൽ സഹകരിച്ച എല്ലാ ദൈവദാസിമാരോടുള്ള നന്ദി അറിയിക്കുന്നു.
അടുത്തതായിട്ട് ആർക്കെങ്കിലും സാക്ഷ്യത്തിന്റെ പറയാൻ താല്പര്യമുണ്ടെങ്കിൽ ഒരാൾക്ക് സാക്ഷ്യം പറയാം. മെസ്സേജ് ആയിട്ട് പറയട്ടെ. മെസ്സേജ് ആയിട്ട്. ഓക്കെ. എന്നാ മെസ്സേജിന് വേണ്ടി ദേവദാസിയെ ക്ഷണിക്കുന്നു. നമുക്കൊന്ന് അനുഗ്രഹിക്കപ്പെട്ട ദൈവവചനം പറയുക. കർത്താവിന്റെ ദാസി ഒരുങ്ങി കർത്താവിൽ നിന്ന് ആലോചന പ്രാപിച്ചു വന്നിട്ടുണ്ട്. നമുക്കത് പ്രാപിച്ച് കടന്നു പോകാൻ ദൈവം സഹായിക്കട്ടെ. ദേവദാസിയെ വചന ശുശ്രൂഷയ്ക്ക് വേണ്ടി ക്ഷണിക്കുന്നു. താങ്ക് യു സിസ്റ്റർ അനു. എത്ര സമയമാണെന്നോട് പറയണേ, വചന ശുശ്രൂഷയുടെ സമയം? 40 മിനിറ്റ്. 40 മിനിറ്റ്സ്. 40 മിനിറ്റ്സ്. ഓക്കെ, താങ്ക് യു. കർത്താവിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഞാന് നിർമ്മല രാജനെ ശരിക്കും പറഞ്ഞാൽ ഞങ്ങള് 3-4 വർഷത്തെ പരിചയമുണ്ടെങ്കിലും മുഖാമുഖം കണ്ടിട്ടില്ലായിരുന്നു. എന്നാൽ ഈ വർഷം ഡിസംബർ 7-ാം തീയതി കാവും ഭാഗത്ത് മേരിക്കോവിൽ കൊച്ചമ്മയുടെ ആ സഭാഹാളിൽ വെച്ച് കൊച്ചമ്മയുടെ ജീവചരിത്ര പ്രകാശനത്തോട് അനുബന്ധിച്ച് ഞങ്ങൾ രണ്ടുപേരും ആ മീറ്റിങ്ങിൽ പങ്കെടുത്തപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയാതെ തന്നെ എന്നെ കണ്ടപ്പോൾ ലിസിയാമ്മ ആന്റി ആണെന്നും നിർമ്മലയെ കണ്ടപ്പോൾ നിർമ്മലയാണെന്നും എനിക്ക് മനസ്സിലായി. നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾ മുഖാമുഖം വന്നാണ് ആദ്യമായിട്ട് കാണുന്നത്. അതിന് മുൻപില് ഫോണിൽ സംസാരിച്ചിട്ടുണ്ട്. ഇന്ന് പകൽക്കാലം ഇതിനകത്ത് കടന്നു വരുവാനും കർത്താവിന്റെ മാറ്റമില്ലാത്ത വചനം ശുശ്രൂഷിപ്പാനും എന്നെ ക്ഷണിച്ചതിനായി നിർമ്മലയോടുള്ള നന്ദിയെ രേഖപ്പെടുത്തിക്കൊണ്ട് സിസ്റ്റർ സൂസൻ ആൻഡ് മകൾ ഷാരോൺ, ഡോക്ടർ ഷാരോൺ ഒരുമിച്ച് പാടിയ പാട്ടുകൾ വളരെ അനുഗ്രഹമായിരുന്നു. കാരണം ഒരേ റിതമില് എന്ന് വെച്ചാൽ താ പറയുമ്പം ആ അക്ഷരം അങ്ങനെ ഒരു വാക്ക് പറയുമ്പോൾ സെയിം റിതമില് അത് വളരെ നന്നായിട്ട് നല്ല ഈണത്തിൽ പാടുവാൻ അവരെ ദൈവം സഹായിച്ചു. അതിനായി ഞാൻ നന്ദി പറയുകയാണ്. അതുപോലെ സിസ്റ്റർ അനു ജോർജ് ഒരു ചെറിയ മെസ്സേജ് പറഞ്ഞു, 13-ാം സങ്കീർത്തനം ആസ്പദമാക്കി. അതിനുശേഷം ബെസി സിസ്റ്റർ അത് ഇന്റർസെഷൻ പ്രേയറിന് വേണ്ടി അനേക വിഷയങ്ങൾ പറയുകയും നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്തു. ഇനിയും ദൈവവചന ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുകയാണ്. നമ്മുടെ ഈ ഗ്രൂപ്പിന്റെ ടൈറ്റിൽ മദേഴ്സ് പ്രയർ മൂവ്മെന്റ് എന്നാണ്, അമ്മമാരുടെ പ്രാർത്ഥന. ഞാൻ പലപ്പോഴും ഈ ഇതിനകത്ത് കയറിയിട്ട് പ്രാർത്ഥനാ വിഷയങ്ങൾ നോക്കി പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ എല്ലാ ദിവസവും അല്ല, മിക്കവാറും വിഷയങ്ങൾ കാണുമ്പോൾ അപകടത്തിൽപ്പെട്ടവര്, ഭയങ്കര രോഗം ബാധിച്ചിരിക്കുന്നവര്, പിന്നെ തീവ്ര വേദനയിലായിരിക്കുന്നവര്, നോർത്ത് ഇന്ത്യയിലൊക്കെയും വളരെ സുവിശേഷവേലയിൽ വളരെ കഷ്ടം അനുഭവിച്ചു കൊണ്ടുപോകുന്നവര്, പിന്നെ മക്കൾക്ക് വേണ്ടി തലമുറകൾക്ക് വേണ്ടിയുള്ള വിഷയമാണ് മെയിൻ വിഷയമായിട്ടും ഈ മദേഴ്സ് പ്രയർ മൂവ്മെന്റിലും ഞാൻ കണ്ടിട്ടുള്ളത്. ഹല്ലേലൂയ. അപ്പോൾ നാം ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചാൽ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ദൈവം മറുപടി തരും എന്നുള്ളതായ ഒരു ഉറപ്പ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. എബ്രായ ലേഖനം 11-ാം അധ്യായത്തിന്റെ 6-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ ദൈവത്തിന്റെ അടുക്കൽ വരുന്നവൻ ദൈവം ഉണ്ടേ എന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുന്നു എന്നും വിശ്വസിക്കേണ്ടതല്ലയോ എന്ന് നാം വായിക്കുന്നു. സ്തോത്രം. നമ്മുടെ പ്രാർത്ഥനയിൽ യാചനയുണ്ടായിരിക്കണം, അപേക്ഷയുണ്ടായിരിക്കണം, സ്തോത്രം ഉണ്ടായിരിക്കണം, ആരാധന ഉണ്ടായിരിക്കണം, പാട്ടുണ്ടായിരിക്കണം. സ്തോത്രം. ഹല്ലേലൂയ. അതുപോലെ വചനഭാഗങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കണം. സ്തോത്രം. ഇതൊക്കെയാണ് പ്രാർത്ഥിക്കേണ്ട രീതി വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നത്. ഹല്ലേലൂയ. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? വെളിപ്പാട് പുസ്തകം 8-ാം അധ്യായത്തിന്റെ 3-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ മറ്റൊരു ദൂതൻ ഒരു സ്വർണ്ണ ധൂപ കലശവുമായി വന്ന് യാഗപീഠത്തിനരികെ നിന്നു. സിംഹാസനത്തിൽ മുൻപിലുള്ള സ്വർണപീഠത്തിന്മേൽ സകല വിശുദ്ധന്മാരുടെയും പ്രാർത്ഥനയോട് ചേർക്കേണ്ടതിന് വളരെ ധൂപവർഗം അവന് കൊടുത്തു. ധൂപവർഗത്തിന്റെ പുക വിശുദ്ധന്മാരുടെ പ്രാർത്ഥനയോടുകൂടെ ദൂതന്റെ കയ്യിൽ നിന്ന് ദൈവസന്നിധിയിലേക്ക് കയറി. ഹല്ലേലൂയ. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അത് ദൈവസന്നിധിയിൽ ദൈവത്തിന്റെ യാഗപീഠത്തില് ഹല്ലേലൂയ ശുഖനരബലവസംഭവാരവൈഡബലവസ്യ. ഹല്ലേലൂയ. ഇപ്പോൾ ഞാൻ പെട്ടെന്നൊരു കാര്യം ഓർക്കുകയായിരുന്നു. ഞാൻ സാധാരണയായി എനിക്ക് വിടുവിക്കുവാൻ കഴിയാത്ത ഒരു പ്രത്യേക വിഷയം എന്റെ ജീവിതത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ മിക്കവാറും ഞാൻ പാടുമായിരുന്നു. ഒരു സെക്കൻഡ് ആരോ ബെല്ലടിച്ചു.
സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം, സ്തോത്രം. ഇങ്ങനെ ഞാൻ പാടിക്കൊണ്ട് പ്രാർത്ഥിക്കുമായിരുന്നു. ഹല്ലേലൂയ. ഇങ്ങനെ പാടുന്നത്: നിൻ കൃപാസനത്തിൻ മുൻപിൽ വീണ് കഞ്ചുന്ന എൻ വിശ്വാസം ക്ഷീണിക്കുമ്പോൾ നീ സഹായിക്ക, പോകല്ലേ കടന്നെന്നെ നീ പ്രിയ യേശുവേ, മറ്റുള്ളവരെ ദർശിക്കുമ്പോൾ നോക്കുക എന്നെയും എന്ന് പാടിക്കൊണ്ടായിരുന്നു ആ വിഷയം ഞാൻ ദൈവസന്നിധിയിൽ അർപ്പിക്കുന്നത്. സ്തോത്രം. നീണ്ട 14 വർഷങ്ങൾ ആ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. ഹല്ലേലൂയ, ആമേൻ. 14 വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ദൈവം അത്ഭുതകരമായി ആ വിഷയത്തിന് മറുപടി തന്നു. നമുക്കറിയാം, നമ്മുടെ പ്രാർത്ഥന ഇവിടെ നമ്മൾ വായിച്ചത് ധൂപവർഗത്തിന്റെ പുക വിശുദ്ധന്മാരോടുകൂടെ പ്രാർത്ഥനയോടുകൂടെ ദൂതന്റെ കയ്യിൽ നിന്ന് ദൈവസന്നിധിയിലേക്ക് കയറി. അപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ദൂതൻ ധൂപകലശം എടുത്ത് യാഗപീഠത്തിലെ കനൽ നിറച്ച് ഭൂമിയിലേക്ക് എറിഞ്ഞു. ഉടനെ ഇടിമുഴക്കവും നാദവും മിന്നലും ഉണ്ടായോ? ആമേൻ. അപ്പോസ്തലപ്രവൃത്തികൾ 4-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. പത്രോസും യോഹന്നാനും ഒക്കെ സുവിശേഷ പ്രഘോഷണ സമയത്ത് അവർക്ക് പ്രതിസന്ധികൾ ഉണ്ടായ അവസരത്തില് ഇനിയും യേശുവിന്റെ നാമത്തിൽ അശേഷം സംസാരിക്കരുത് എന്ന് പറഞ്ഞ് അവരെ വിലക്കിയപ്പോൾ, ഹല്ലേലൂയ, വേദപുസ്തക ഭാഗം ഉദ്ധരിച്ചുകൊണ്ട് അവർ പ്രാർത്ഥിച്ചു. അവർ ഉദ്ധരിച്ച ഭാഗം ഇപ്രകാരമായിരുന്നു: ജാതികൾ കലഹിക്കുന്നതും വംശങ്ങൾ വ്യർത്ഥമായത് നിരൂപിക്കുന്നതും എന്ന് ഹല്ലേലൂയ, നിന്റെ ദാസനായ ദാവീദ് മുഖാന്തരം പരിശുദ്ധാത്മാവിനാൽ അരുളി ചെയ്ത യഹോവേ എന്ന് പറഞ്ഞ് അവർ പ്രാർത്ഥിച്ചു. സങ്കീർത്തനം 2-ാം സങ്കീർത്തനം ഉദ്ധരിച്ചുകൊണ്ട് അവർ പ്രാർത്ഥിച്ചപ്പോൾ അവർ കൂടിയിരുന്ന സ്ഥലം കുലുങ്ങി. 31-ാം വാക്യത്തിൽ എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി ദൈവവചനം ധൈര്യത്തോടെ പ്രസ്താവിച്ചു എന്ന് നാം വായിക്കുന്നുവല്ലോ. ഹല്ലേലൂയ, ആമേൻ. അപ്പോസ്തലപ്രവൃത്തികൾ 16-ാം അധ്യായത്തിന്റെ 25-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ സിസ്റ്റർ അനു ജോർജ് ആ ഭാഗം അല്പസമയം ഒന്ന് ഉദ്ധരിച്ചായിരുന്നു. അർദ്ധരാത്രിക്ക് പൗലോസും ശീലാസും പ്രാർത്ഥിച്ചു ദൈവത്തെ പാടി സ്തുതിച്ചു. പെട്ടെന്ന് വലിയൊരു ഭൂകമ്പം ഉണ്ടായി. ഹല്ലേലൂയ. എന്റെയും നിങ്ങളുടെയും പ്രാർത്ഥന സ്വർഗം ചലിപ്പിക്കുന്ന പ്രാർത്ഥനയാകണം. സ്തോത്രം. ഹല്ലേലൂയ, ആമേൻ. ഹല്ലേലൂയ. ചലിക്കുമോ? നിശ്ചയമായിട്ടും ചലിക്കും. നാം ഉദ്ദേശിക്കുന്ന സമയത്തോ നാം ഉദ്ദേശിക്കുന്ന രീതിയിലോ ആയിരിക്കത്തില്ല. ഹല്ലേലൂയ. അവൻ സകലവും നന്നായി ചെയ്തുവെന്ന് മർക്കോസിന്റെ സുവിശേഷത്തിൽ യേശുക്രിസ്തുവിനെ കുറിച്ച് നാം ഹല്ലേലൂയ വായിക്കുന്നുണ്ട്. എന്നതുപോലെ എന്നെയും നിങ്ങളെയും പണിയണം. പ്രാർത്ഥിക്കുന്ന എന്നെയും നിങ്ങളെയും ആദ്യം പണിയണം. അതിനുശേഷമായിട്ട് നമ്മുടെ പ്രാർത്ഥനാ വിഷയത്തിന് ദൈവം നിശ്ചയമായിട്ടും മറുപടി തരിക തന്നെ ചെയ്യും. ഹല്ലേലൂയ, ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. കർത്താവായ യേശുക്രിസ്തു ഈ ലോകത്തിൽ വന്നതിന്റെ ഉദ്ദേശത്തെ കുറിച്ച് നമ്മൾ യെശയ്യാ പ്രവാചനം വായിക്കുമ്പോൾ, യെശയ്യാ പ്രവചനം 61-ാം അധ്യായത്തിൽ എളിയവരോട് മേലാട കേൾക്കാമല്ലോ? ഇടയ്ക്ക് ഇവിടെ ഒന്ന് കറണ്ട് പോയി, നെറ്റ് കണക്ഷൻ വിട്ടുപോയി, അതുകൊണ്ട്. അപ്പൊ സ്തുതി എന്ന മേലാട വിഷണ്ണ മനസ്സിന് പകരം സ്തുതി എന്ന മേലാടയും കൊടുപ്പാൻ ദൈവം എന്നെ അയച്ചിരിക്കുന്നു. കർത്താവായ യേശുക്രിസ്തു ഈ ലോകത്തിലായിരുന്നപ്പോൾ ചെയ്ത ശുശ്രൂഷ തടവുകാർക്ക് വിടുതൽ കൊടുത്തു. അതായത് പിശാചിന്റെ ബന്ധനത്തിലായിരുന്നവർക്ക് വിടുതൽ കൊടുത്തു. ബദ്ധന്മാർക്ക് സ്വാതന്ത്ര്യം കൊടുത്തു. ആമേൻ. പിശാചിന്റെ അടിമത്തത്തിലായിരുന്നവർക്ക് സ്വാതന്ത്ര്യം കൽപ്പിച്ചു. ഹൃദയം തകർന്നവരെ മുറിവ് കെട്ടി. ഹല്ലേലൂയ. ദാവീദ് രാജാവ് പറയുന്നത്, ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സു തകർന്നവരെ അവൻ രക്ഷിക്കുന്നു. ഹല്ലേലൂയ. അതേ ശുശ്രൂഷ കർത്താവായ യേശുക്രിസ്തു
ആമേൻ സ്വർഗാരോഹണം ചെയ്ത് കയറി പോകുന്നതിന് മുൻപേ ശിഷ്യന്മാർക്ക് കർത്താവ് അതിന്റെ ശക്തിയും അധികാരവും കൊടുത്തു. ഒന്നാമത് സുവിശേഷം അറിയിക്കണം, രോഗികളെ സൗഖ്യമാക്കണം, ഭൂതങ്ങളെ പുറത്താക്കണം. ഹല്ലേലൂയ. ഏതു വിഷയത്തിന്റെ വിടുതലിന് വേണ്ടി പ്രാർത്ഥിക്കുന്നുവോ ആ വിഷയത്തിന് മറുപടി ലഭിക്കുവാൻ തക്കണം. ആമേൻ ഞാൻ നിങ്ങളെ അനോയിന്റ് ചെയ്യുന്നുവെന്ന് പറഞ്ഞുകൊണ്ട് ശിഷ്യന്മാരെ കർത്താവായ യേശുക്രിസ്തു അഭിഷേകം ചെയ്തിട്ടാണ് ഹല്ലേലൂയ ആമേൻ സ്വർഗാരോഹണം ചെയ്ത്. അങ്ങനെയെങ്കിൽ എന്റെയും നിങ്ങളുടെയും ശുശ്രൂഷയാണ് ഹല്ലേലൂയ ഹൃദയം തകർന്നവരുടെ മുറിവ് കെട്ടുക എന്നുള്ളത്. സ്തോത്രം. ഹല്ലേലൂയ. അവൻ വചനമയച്ചവരെ സൗഖ്യമാക്കി അവരുടെ കുഴികളിൽ നിന്ന് അവരെ വിട്ടുവെക്കുന്നുവെന്ന് 107 സങ്കീർത്തനത്തിന്റെ 20 വാക്യത്തില് നാം വായിക്കുന്നുണ്ട്. ഹല്ലേലൂയ. നന്ദിയോട് സ്തോത്രം ചെയ്യാണ്. അപ്പോൾ ഇവിടെ 61 അധ്യായത്തിൽ നമ്മളിങ്ങനെ വായിക്കുമ്പോൾ ഹല്ലേലൂയ 62 യെശയ്യാ പ്രവചനം 62 അധ്യായത്തിന്റെ 6 വാക്യത്തിൽ ഞാൻ നിന്റെ മതിലുകളിൽ മേൽ കാവൽക്കാരെ ആക്കിയിരിക്കുന്നു, അവർ രാവോ പകലോ ഒരിക്കലും മിണ്ടാതെ ഇരിക്കയില്ല. യഹോവയെ ഓർപ്പിക്കുന്നവരെ നിങ്ങൾ സ്വസ്ഥമായിരിക്കരുത്. അതെന്താ? യഹോവയ്ക്ക് മറവിയുണ്ടോ? ഹല്ലേലൂയ. യഹോവയ്ക്ക് മറവിയുണ്ടെന്നല്ല. സ്തോത്രം. നാം നിരന്തരം പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണം. ഇവിടെ ബെസി സിസ്റ്റർ പറഞ്ഞെന്ന എന്റെ ഓർമ്മ എഫെസ്യ ലേഖനം 6 അധ്യായത്തിന്റെ ഏതു നേരത്തും ആത്മാവിൽ പ്രാർത്ഥിക്കണമെന്ന് ഹല്ലേലൂയ പറയുവാൻ ഇടയായി തീർന്നു. ഇവിടെ അത് തന്നെയാണ് പറയുന്നത്. യെരൂശലേമിനെ യഥാസ്ഥാനപ്പെടുത്തുവോളം, ഭൂമിയിൽ അതിനെ പ്രശംസാ വിഷയം ആക്കുവോളം അവന് സ്വസ്ഥത കൊടുക്കരുത്. ഹല്ലേലൂയ. ഇത് തന്നെയാണ് കർത്താവായ യേശുക്രിസ്തു ലൂക്കോസിന്റെ സുവിശേഷം 18 അധ്യായത്തിൽ പറഞ്ഞത്. മടുത്തു പോകാതെ എപ്പോഴും പ്രാർത്ഥിക്കേണ്ടതിന് നിങ്ങളൊരു കാര്യം ചെയ്യണം. അതിന് കർത്താവ് പറഞ്ഞു, അനീതിയുള്ള ഒരു ന്യായാധിപൻ ഉണ്ടായിരുന്നു. ആ ന്യായാധിപനെ എല്ലാ ദിവസവും നേരം വെളുക്കുന്നതിന് മുൻപേ ഒരു വിധവ ചെന്ന് ആ ന്യായാധിപന്റെ വീടിന് മുട്ടിക്കൊണ്ട് അദ്ദേഹത്തെ അസഹ്യപ്പെടുത്തിക്കൊണ്ട്, അത് അനീതിയുള്ളവനാ. സ്തോത്രം. എങ്കിലും ആ അസഹ്യപ്പെടുത്തുന്നത് സഹിക്കുവാൻ വയ്യാതെ സഹിക്കുവാൻ വയ്യാതെ അവൾക്ക് നീതിയോടെ ന്യായം നടത്തി കൊടുത്തുവെങ്കിൽ യേശുക്രിസ്തു പറഞ്ഞ കാര്യമാണ്. ഹല്ലേലൂയ. മറ്റാരും ഉദ്ധരിച്ച വിഷയമല്ല പറയുന്നത്, യേശുക്രിസ്തു തന്നെ പറഞ്ഞു. ഹല്ലേലൂയ. രാവും പകലും എന്നോട് നിലവിളിക്കുന്ന വൃതന്മാരുടെ കാര്യത്തിൽ ദീർഘക്ഷമയോടുകൂടെ നാം ഇരുന്ന് ഹല്ലേലൂയ അവരെ പ്രതിക്രിയ നടത്തി രക്ഷിക്കയില്ലയോ? നിശ്ചയമായി അവരെ പ്രതിക്രിയ നടത്തി രക്ഷിക്കുന്നു. എന്റെയും നിങ്ങളുടെയും സമ്പത്തിനോ കുടുംബശ്രേഷ്ഠതയ്ക്കോ വിദ്യാഭ്യാസ യോഗ്യതയ്ക്കോ ബാങ്കിൽ കിടക്കുന്ന പണത്തിനോ ഉപദേശത്തിനോ ശാസനയ്ക്കോ ഹല്ലേലൂയ ഒന്നിനും മറുപടി നമുക്കൊന്നും ചെയ്യാൻ കഴിയാത്ത, നമ്മളെ കൊണ്ട് കഴിയാത്ത വിഷയം. ഹല്ലേലൂയ. ആമേൻ. എന്റെയും നിങ്ങളുടെയും കായിക ബലം കൊണ്ടോ മാനസികമായ ശക്തി കൊണ്ടോ അങ്ങനെയൊക്കെ ഉള്ള പഠനങ്ങൾ ഉണ്ടല്ലോ. ഹല്ലേലൂയ. ആമേൻ. ഓൺ സ്ട്രെങ്തിൽ, ഓൺ സെൽഫിൽ ആശ്രയിക്കുക, അതാ കറേജ്. അങ്ങനെയൊക്കെ പഠിപ്പിക്കുന്ന പഠിപ്പിക്കലുകളുണ്ട്. എന്നാൽ എനിക്കും നിങ്ങൾക്കും കഴിയാത്തത് സ്വർഗം തുറന്ന് ഇടിയും മിന്നലും നാദവും ഒക്കെ അയച്ച് വിടുവിക്കുവാൻ തക്കണം നമ്മുടെ കർത്താവ് ശക്തനാണ്. ഹല്ലേലൂയ. അങ്ങനെ വിടുവിച്ചിട്ടുണ്ട്. എന്റെ ജീവിതത്തിൽ അത് സംഭവിച്ചിട്ടുണ്ട്. നമ്മുടെ പ്രധാനപ്പെട്ട വിഷയം മദേഴ്സ് പ്രയർ, അമ്മമാരുടെ പ്രാർത്ഥന. അമ്മമാരുടെ പ്രധാനമായ പ്രാർത്ഥന. നമ്മൾ കോമൺ ആയിട്ട് എല്ലാ വിഷയങ്ങളും പ്രാർത്ഥിക്കുന്നവരാ. എന്നാൽ അമ്മമാരുടെ ഏറ്റവും പ്രധാനമായ വിഷയം തലമുറകളുടെ വിടുതൽ എന്നുള്ളതാണ്. സ്തോത്രം. ഹല്ലേലൂയ. കണ്ണുനീരോടുകൂടി നാം ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നിശ്ചയമായി നമ്മുടെ വിഷയങ്ങൾക്ക് വിടുതൽ തരിക തന്നെ ചെയ്യും. ഹല്ലേലൂയ. ഇതൊക്കെ ഞാൻ ഇൻട്രൊഡക്ഷൻ ആയിട്ട് പറഞ്ഞ കാര്യമാ. ദൈവവചന ശുശ്രൂഷയ്ക്ക് വേണ്ടി ഒരു വചനം വായിക്കാം. ആരെങ്കിലും ഒരാള് വായിക്കണം. എല്ലാവരും ശ്രദ്ധിക്കുവാൻ വേണ്ടിയാണ് മറ്റൊരാളെ കൊണ്ട് വായിപ്പിക്കുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. യോഹന്നാന്റെ സുവിശേഷം 20 അധ്യായത്തിന്റെ 15 വാക്യം. യോഹന്നാന്റെ യേശു അവളോട് സ്ത്രീയെ, നീ കരയുന്നത് എന്ത്? ആരെ തിരയുന്നു എന്ന് ചോദിച്ചു. അവൻ തോട്ടക്കാരൻ എന്ന് നിരൂപിച്ചു. മതി. യേശു അവളോട്
സ്ത്രീയെ നീ കരയുന്നത് എന്ത്, ആരെ തിരയുന്നു എന്ന് ചോദിച്ചു. ഹല്ലേലൂയ, സ്തോത്രം. ഈ ചോദ്യം എന്റെയും നിങ്ങളുടെയും കരച്ചിലിന് മുൻപിൽ കർത്താവായ യേശു ക്രിസ്തു ചോദിക്കണം. സ്തോത്രം. ഉയർത്തെഴുന്നേറ്റ യേശു ആദ്യം സംസാരിച്ച വാക്കുകളാണ്, സ്ത്രീയെ നീ കരയുന്നത് എന്ത്. പുരുഷന്മാരാരും അവിടെ ഇല്ലായിരുന്നുവോ? ഈ 20-ാം അധ്യായം നാം സൂക്ഷ്മമായി പഠിക്കുമ്പോൾ ആഴ്ചവട്ടത്തിന്റെ 1-ാം നാൾ മഗ്ദലക്കാരത്തി മറിയ രാവിലെ ഇരുട്ടുള്ളപ്പോൾ തന്നെ കല്ലറയ്ക്കൽ ചെന്നു. ശിമോൻ പത്രോസിന്റെയും യേശുവിന്റെ പ്രിയനായ മറ്റേ ശിഷ്യന്റെയും അടുക്കൽ ചെന്നു. ഹല്ലേലൂയ. മഗ്ദലക്കാരത്തി മറിയ മാത്രമായിരുന്നില്ല, അപ്പോസ്തലനായ പത്രോസും അപ്പോസ്തലനായ യോഹന്നാനും ആ കല്ലറയ്ക്കരികിൽ ഉണ്ടായിരുന്നിട്ടും കർത്താവായ യേശു ക്രിസ്തു ആദ്യം സംസാരിച്ചത് മഗ്ദലക്കാരത്തി മറിയയോടായിരുന്നു. സ്ത്രീയെ നീ കരയുന്നത് എന്ത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. 56-ാം സങ്കീർത്തനത്തിന്റെ 8-ാം വാക്യത്തിൽ നാം വായിക്കുന്നുണ്ട്, എന്റെ കണ്ണുനീർ നിന്റെ തുരുത്തിയിൽ ആക്കി വെക്കണമേ, അത് നിന്റെ പുസ്തകത്തിൽ ഇല്ലയോ. സ്തോത്രം, ഹല്ലേലൂയ. അത് നിന്റെ പുസ്തകത്തിൽ ഇല്ലയോ, എന്റെ കണ്ണുനീർ നിന്റെ തുരുത്തിയിൽ ആക്കി വെക്കണമേ. നാം വിചാരിക്കും നമ്മുടെ കണ്ണുനീര്, ഹല്ലേലൂയ, ആമേൻ, വെറുതെ കണ്ണുനീരൊഴുക്കി ഹൃദയം വേദനിക്കുന്നതല്ലാതെ, ആമേൻ, വെറുതെയുള്ള കരച്ചിലിനെ കുറിച്ചല്ല ഇവിടെ പറയുന്നത്. ആമേൻ, ശിംശോന്റെ മടിയിൽ കിടന്നുകൊണ്ടുള്ള ദലീലയുടെ കരച്ചിലല്ല ഞാൻ ഇവിടെ പറയുന്നത്. സ്തോത്രം, ഹല്ലേലൂയ. കണ്ണുനീർ സ്ത്രീയുടെ ആയുധമായിട്ടും വ്യാഖ്യാനിക്കുന്നുണ്ട്. ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം. തെരുതെരെ അഴൽ തിങ്ങും മാനസത്തിന് ഉറക്ക കരയിൽ അത് താൻ തെല്ലൊരാശ്വാസ ഹേതു എന്ന് കവി പാടി. ഹല്ലേലൂയ. ഒത്തിരി കരയുമ്പോൾ നമ്മുടെ ദുഃഖത്തിന് ആശ്വാസം വരും, അതും സത്യമാ. ഹല്ലേലൂയ. എന്നാൽ ദൈവ സന്നിധിയിൽ ഏതെല്ലാം സ്ത്രീകൾ നിലവിളിച്ചിട്ടുണ്ടോ അവരുടെ എല്ലാം മറുപടിയുമായിട്ട് കർത്താവായ യേശു ക്രിസ്തു, ആമേൻ, ആരെ തിരയുന്നു. അവളുടെ ആവശ്യം കർത്താവിന് മനസ്സിലായി. ഹല്ലേലൂയ. അവൾ ആരെയോ തിരയുകയാണെന്ന് കർത്താവിന് മനസ്സിലായി. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവായ യേശു ക്രിസ്തു ആണ് അവളോട് ആദ്യം സംസാരിക്കുന്നത്. ഹല്ലേലൂയ, ആമേൻ. അവളല്ല യേശുവിനോട് സംസാരിച്ചത്. അവളുടെ ആവശ്യം ദൈവം മുന്നമേ മനസ്സിലാക്കിയെന്ന് ഈ ഭാഗം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. യേശു അവളോട് ചോദിക്കുകയാണ്, സ്ത്രീയെ നീ കരയുന്നത് എന്ത്, ആരെ തിരയുന്നു. ഹല്ലേലൂയ. എന്റെയും നിങ്ങളുടെയും നീറുന്ന വിഷയത്തിന്റെ, ഹല്ലേലൂയ, തിരച്ചിൽ. ഹല്ലേലൂയ. നാം ഈ ലോകപ്രകാരം ഒത്തിരി ഓടും, ഒത്തിരി അധ്വാനിക്കും, ഒത്തിരി ചികിത്സ ചെയ്യും. ഹല്ലേലൂയ, ആമേൻ. ഒരുപക്ഷെ സൈക്യാട്രിസ്റ്റിനെ സൈക്കോളജിസ്റ്റിനെ കാണുവോ കാണിക്കുകയോ ഒക്കെ ചെയ്യും. ആമേൻ. നമ്മുടെ തലമുറയുടെ കുടുംബ ജീവിതത്തിലെ പ്രശ്നങ്ങൾ എന്ന് വേണ്ട, ഹല്ലേലൂയ, അവരുടെ മനസ്സിനെ അലട്ടുന്ന, ഹല്ലേലൂയ, ആമേൻ, അവരെ ഡിപ്രഷനിലേക്ക് കൊണ്ടുപോകുന്ന വിഷയങ്ങൾ, ഒത്തിരി വിഷയങ്ങളൊക്കെ, ഹല്ലേലൂയ, ആമേൻ, ആരോടും പറയാതെ വണ്ണം നീറിയിരിക്കുന്ന അനേക സഹോദരിമാര് പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിലുണ്ട്. കാരണം സാത്താൻ വളരെ ശക്തമായിട്ട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. എന്നാൽ യേശു ചോദിക്കുക, നീ ആരെ തിരയുന്നു. കാര്യം യേശുവിന് മനസ്സായി. അവൾ അവിടെ നിൽക്കുന്നതിന്റെ ഉദ്ദേശം, അവളുടെ ഹൃദയത്തിന്റെ ആവശ്യം യേശുവിന് മനസ്സിലായിട്ട് അവളോട് ചോദിക്കുകയാണ്, സ്ത്രീയെ നീ ആരെ തിരയുന്നുവെന്ന്. ഹല്ലേലൂയ, ആമേൻ. ഈ വേദപുസ്തകത്തിൽ ആദ്യമായി ദൈവസന്നിധിയിൽ കണ്ണുനീരോടെ പ്രാർത്ഥിച്ച, കണ്ണുനീരോടെ കരഞ്ഞ, വേദനയോടെ കരഞ്ഞ സ്ത്രീ ഹാഗാറാണ്. ഹല്ലേലൂയ. നമുക്കറിയാം, അബ്രഹാമിന് ഒരു മിസ്രൈമ്യ ദാസി ഉണ്ടായിരുന്നു. അബ്രഹാമിന്റെയും സാറായുടെയും അനുവാദത്തോടു കൂടി അബ്രഹാം ഈ ഹാഗാറിന്റെ അടുക്കൽ ചെന്നു. ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ഈ വചനം പഠിക്കുമ്പോൾ, ആമേൻ, അതിൻ്റെതായ ആധികാരികതയിൽ പഠിക്കണം. ഹല്ലേലൂയ. അത് പഠിപ്പിക്കുവാൻ വേണ്ടി ദൈവം നമ്മളെ ചില അനുഭവത്തിൽ കൂടി നടത്തും. ഹല്ലേലൂയ, ആമേൻ. രാപ്പകൽ തന്നോട് നിലവിളിക്കുന്ന തന്റെ വൃതന്മാരുടെ കാര്യത്തിൽ ദീർഘക്ഷമയോടെ ആയിരുന്നാലും ആമേൻ അവരെ പ്രതിക്രിയ നടത്തി രക്ഷിക്കയില്ലയോ. ദീർഘക്ഷമ, നിങ്ങളും ദീർഘക്ഷമയോടിരിപ്പീൻ. നിങ്ങളുടെ ഹൃദയം
സ്ഥിരമാക്കുവീൻ, കർത്താവിന്റെ പ്രത്യക്ഷത സമീപിച്ചിരിക്കുന്നെന്ന് യാക്കോബിന്റെ ലേഖനത്തിൽ നാം വായിക്കുന്നുണ്ട്. ഹല്ലേലൂയ. ആമേൻ. അബ്രഹാമിനും സാറായ്ക്കും ദീർഘക്ഷമയില്ലായിരുന്നു. സ്തോത്രം. 75 വയസ്സിൽ വാഗ്ദത്തം പ്രാപിച്ചു 10 വർഷങ്ങൾ കാത്തിരുന്നു, ഒരു പ്രയോജനവും ഉണ്ടായില്ല. ഹല്ലേലൂയ. അപ്പോൾ അവരുടെ യുക്തി ഉപയോഗിച്ച്, അവരുടെ ബുദ്ധി ഉപയോഗിച്ച്, ഹല്ലേലൂയ, അവരൊരു കാര്യം ചെയ്തു. അബ്രഹാം ഹാഗാറിന്റെ അടുക്കൽ ചെന്നു. ഹാഗാർ ഗർഭവതിയായി. സ്തോത്രം. ഹാഗാർ ഗർഭവതിയായി കഴിഞ്ഞപ്പോൾ അവളുടെ യജമാനത്തി അവൾക്ക് നിന്ദതയായി തോന്നിയെന്ന് ഹല്ലേലൂയ നാം ആ ഭാഗത്ത് വായിക്കുന്നുണ്ട്. സ്തോത്രം. ആമേൻ. സ്തോത്രം. എന്താണ് ഇവിടെ സംഭവിച്ചത്? ആമേൻ. സദൃശവാക്യങ്ങൾ 30-ാം അധ്യായത്തിന്റെ 21 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ 3 നിമിത്തം ഭൂമി വിറയ്ക്കുന്നു, 4 നിമിത്തം അതിന് സഹിച്ചുകൂടാ. ദാസൻ രാജാവായാൽ അവന്റെ നിമിത്തം, പോഷൻ തിന്ന് തൃപ്തനായാൽ അവന്റെ നിമിത്തം, വിലക്ഷണയ്ക്ക് വിവാഹം കഴിഞ്ഞാൽ അവളുടെ നിമിത്തം, ദാസി യജമാനത്തിയുടെ സ്ഥാനം പ്രാപിച്ചാൽ അവളുടെ നിമിത്തവും തന്നെ. ദാസി യജമാനത്തിയുടെ സ്ഥാനം പ്രാപിച്ചു കഴിഞ്ഞപ്പോൾ ഈ ഹാഗാർ യജമാനത്തിയെ നിന്ദിക്കുവാനായിട്ട് തുടങ്ങിയെന്ന്, ആ നിന്ദ സഹിക്കാൻ വയ്യാതെ സാറ അവളോട് കാഠിന്യം തുടങ്ങിയെന്ന. ആമേൻ. സ്തോത്രം. സാറായി അവളോട് കാഠിന്യം തുടങ്ങിയെന്ന് 6-ാം വാക്യത്തിൽ 16-ാം അധ്യായ ഉൽപ്പത്തിയിൽ നമ്മൾ വായിക്കുന്നു. സ്തോത്രം. അങ്ങനെയായപ്പോൾ ഹാഗാർ ഓടിപ്പോയി. സ്തോത്രം. ഓടിപ്പോയപ്പോൾ ദൈവം തമ്പുരാൻ അവളോട് ഇടപെട്ടു. ഞാനും നിങ്ങളും പ്രതിസന്ധികളുടെ പ്രശ്നങ്ങളുടെ മധ്യത്തിൽ ഓടിപ്പോകുമ്പോൾ, ഹല്ലേലൂയ, ദൈവം നമ്മെ കൊണ്ടിരുത്തുന്ന സാഹചര്യം, ദൈവം നമ്മളെ കണ്ടുമുട്ടിക്കുന്ന വ്യക്തികൾ, ഹല്ലേലൂയ, ദൈവം നമ്മുടെ പ്രശ്നത്തിന് പരിഹാരമായി അയക്കുന്നതായ രീതികൾ ഒക്കെ ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ. സ്തോത്രം. ഇവിടെ എന്താണ് സംഭവിച്ചത്? ഹല്ലേലൂയ. യഹോവയുടെ ദൂതൻ മരുഭൂമിയിൽ ഒരു നീറുവിന്റെ അരികെ, ശൂരിന് പോകുന്ന വഴിയിലെ ഒരു നീറുവിന്റെ അരികെ വെച്ച് തന്നെ ഹാഗാറിനെ കണ്ടു. ഹല്ലേലൂയ. ആമേൻ. അവൾ സാറായിയുടെ കാഠിന്യം സഹിക്കവയ്യാതെ ഓടിപ്പോയത് ശൂരിന് പോകുന്ന വഴിയിലെ ഒരു നീറുവിന്റെ അരികെയാണ്. കാരണം അവൾ അപ്പോൾ ഗർഭവതിയാണ്. ഗർഭവതിയായിരിക്കുന്ന അവസരത്തിൽ 2 ജീവനുകൾ നിലനിൽക്കണം. സ്തോത്രം. അതുകൊണ്ട് ഡീഹൈഡ്രേഷൻ ഉണ്ടായിട്ട് ഇവള് മയങ്ങി വീഴുകയോ ഇവൾക്കൊന്നും സംഭവിക്കുകയോ ചെയ്യരുത്. അവൾക്ക് ആവശ്യത്തിനുള്ളതായ ജലം അപ്പോൾ വേണം. അതുകൊണ്ട് ദൈവം തമ്പുരാൻ അവളെ കൊണ്ടുപോയി ഇരുത്തിയത് ഒരു നീറവിന്റെ അരികിലാണ്. ഹല്ലേലൂയ. എന്നിട്ട് അവളെ ആ ദൂതൻ വിളിക്കുന്ന ഒരു വിളിയുണ്ട്. സാറായിയുടെ ദാസിയായ ഹാഗാരെ, നീ എവിടെ നിന്ന് വരുന്നു, എങ്ങോട്ട് പോകുന്നു എന്ന് ചോദിച്ചു. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. വെറും ഹാഗാരെ എന്ന് അവളെ വിളിച്ചില്ല. അവളെ ദൂതൻ വിളിക്കുകയാണ്, സാറായിയുടെ ദാസിയായ ഹാഗാരെ. ഹല്ലേലൂയ. ഞാനും നിങ്ങളും ദൈവസന്നിധി വിട്ടോടിപ്പോകുമ്പോൾ എന്റെയും നിങ്ങളുടെയും പാപം, എന്റെയും നിങ്ങളുടെയും അകൃത്യം, എന്റെയും നിങ്ങളുടെയും കുറവുകൾ, ഹല്ലേലൂയ, ഒക്കെ ഓർപ്പിച്ച് അത് ദൈവസന്നിധിയിൽ സമ്മതിച്ച് ഏറ്റുപറയുവാൻ തക്കോണം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മോട് ഇടപെടും. ഹല്ലേലൂയ. ഞാൻ എന്റെ യജമാനത്തിയുടെ അടുക്കൽ നിന്ന് ഓടിപ്പോവുകയാണെന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു, നിന്റെ യജമാനത്തിയുടെ അടുക്കൽ മടങ്ങിച്ചെന്ന് അവൾക്ക് കീഴ്പ്പെട്ടിരിക്കാം എന്ന് പറയുവാൻ തക്കോണം ഇടയായി തീർന്നു. സ്തോത്രം. നീ ഒരു ദാസിയാണെന്നുള്ള സ്ഥാനം നീ മറന്നു. നിന്റെ ജീവിതത്തിൽ എന്തോ ഒരു നേട്ടം ഉണ്ടായി കഴിഞ്ഞപ്പോൾ, നിന്റെ യജമാനത്തിക്ക് കിട്ടാത്ത ഒരു നേട്ടം ഉണ്ടായി കഴിഞ്ഞപ്പോൾ നിന്റെ ഹൃദയം അഹങ്കരിച്ചു. ഹല്ലേലൂയ. അത് മാറണം. അപ്പോൾ തന്നെ വേണ്ട പ്രൊവിഷൻ അവൾക്ക് കൊടുത്തിട്ടാണ് അവളുടെ കുറ്റത്തെക്കുറിച്ച് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അവളെ ഓർപ്പിക്കുന്നത്. എന്നിട്ട് സ്കാനിങ് ഒന്നുമില്ലാതെ ഇരുന്ന ആ കാലത്ത് യഹോവയുടെ ദൂതൻ അവളോട് പറയുകയാണ്, നിന്റെ ഉദരത്തിൽ കിടക്കുന്നത് ആൺകുട്ടിയാണ്. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. അവൻ ഇശ്മായേൽ എന്ന് പേർ വിളിക്കണം. ഹല്ലേലൂയ. അവനെ കുറിച്ചുള്ള ഭാവി കാര്യങ്ങൾ പറയുകയാണ്. അവൻ കാട്ടുകഴുതിയെ പോലുള്ള ഒരു മനുഷ്യനായിരിക്കും. അവന്റെ കൈ
എല്ലാവർക്കും വരുന്ന ആരെങ്കിലും ഇത് ഓൺ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് മ്യൂട്ട് ചെയ്തേക്കണമേ. ഇടയ്ക്ക് ഒരു ശബ്ദം കേൾക്കുന്നത് കൊണ്ടാ. ആമേൻ, സ്തോത്രം. അവൻ കാട്ടുകഴുതിയെ പോലുള്ള മനുഷ്യനായിരിക്കും. അവന്റെ കൈ എല്ലാവർക്കും വിരോധമായും എല്ലാവരുടെയും കൈ അവന് വിരോധമായും ഇരിക്കും. അവൻ തന്റെ സകല സഹോദരന്മാർക്കും എതിരെ പാർക്കും എന്ന് മ്യൂട്ട് ചെയ്യണേ പ്ലീസ്. പാർക്കുമെന്ന് അരുളി ചെയ്തു. അവൻ എന്നാറേ അവൾ എന്നെ കാണുന്നവനെ ഞാൻ ഇവിടെയും കണ്ടുപോ എന്ന് പറഞ്ഞു. സ്തോത്രം, ഹല്ലേലൂയ. അപ്പോൾ അവളെ, ആ കുഞ്ഞിനെ കുറിച്ചുള്ള ഭാവി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അവൾക്ക്, ദൈവദൂതൻ അവൾക്ക് പറഞ്ഞു കൊടുത്തു. സ്തോത്രം. എന്നാൽ ഉൽപ്പത്തി പുസ്തകം 21-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ നമുക്കറിയാം, ഈ അബ്രഹാമും സാറായും കൂടെ രണ്ടുപേരും കൂടെ തീരുമാനിച്ചിട്ട് ഈ ഹാഗാറിനെ ഒരു തുരുത്തി വെള്ളവും അല്പം അപ്പവും ഹാഗാറിന്റെ തോളിൽ വെച്ചുകൊണ്ട് അവളെ പറഞ്ഞയക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഹല്ലേലൂയ. അബ്രഹാം കൊടുത്ത വെള്ളം കുറെ കഴിഞ്ഞപ്പോൾ തീർന്നുപോയി. ഹല്ലേലൂയ. നമുക്കറിയാം 16-ാം അധ്യായത്തിൽ ഒരു നീറുവിന്റെ അരികെയാണ് അവൾ ഇരുന്നതെങ്കിൽ ഈ സമയത്ത് അവൾ വെള്ളം കിട്ടാതെ ഉഴന്നു നടന്നു. സ്തോത്രം, ഹല്ലേലൂയ. അപ്പോൾ അവൾ പറയുന്ന ഒരു വാക്ക് ശ്രദ്ധിക്കണേ. ഹല്ലേലൂയ. 16-ാം വാക്യത്തിൽ 21-16 അവൾ പറയുകയാണ്, കുട്ടിയുടെ മരണം എനിക്ക് കാണണ്ട എന്ന് പറഞ്ഞ് ഒരു അമ്പിൻപാട് ദൂരത്ത് കുഞ്ഞിനെ കിടത്തി എതിരെ ഇരുന്ന് ഉറക്കെ കരഞ്ഞു. ഹല്ലേലൂയ, സ്തോത്രം. അവൾ കരഞ്ഞു, കുഞ്ഞും കരഞ്ഞു. സ്തോത്രം, ഹല്ലേലൂയ. ആമേൻ. അവൾ കരഞ്ഞത് എന്തിനാ? സ്തോത്രം, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, ഹല്ലേലൂയ. കുട്ടിയുടെ മരണം എനിക്ക് കാണണ്ട. ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം. കുട്ടി മരിച്ചു പോകുമെന്നാണോ ദൂതൻ അവളോട് പറഞ്ഞത്? ഹല്ലേലൂയ, ആമേൻ. എന്റെയും നിങ്ങളുടെയും പ്രതിസന്ധി കാലഘട്ടത്തിലെ പ്രവാചകന്മാരിൽ കൂടിയോ ദൈവവചനത്തിൽ കൂടിയോ നാം പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ ദൈവം തരുന്ന ഒരു വചനത്തിൽ കൂടിയോ സ്വപ്നത്തിൽ കൂടിയോ ദർശനത്തിൽ കൂടിയോ വെളിപ്പാടിൽ കൂടിയോ ഒക്കെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സാഹചര്യമെല്ലാം പ്രതികൂലമായിരിക്കുമ്പോൾ എന്നോടും നിങ്ങളോടും എന്നെക്കുറിച്ചും നിങ്ങളുടെ തലമുറകളെ കുറിച്ചും ഒരു ദൂത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആമേൻ, പ്രതിസന്ധി വരുമ്പോൾ നാമൊക്കെ ഇതെല്ലാം മറന്നുപോകും. നാം എല്ലാം മറന്നുപോകും. ഹല്ലേലൂയ. കുട്ടിയുടെ മരണം എനിക്ക് കാണണ്ട. ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ് എന്നോടും നിങ്ങളോടും ദൂത് അറിയിച്ചതെങ്കിൽ അത് നിവർത്തിയാവുക തന്നെ ചെയ്യും. കാരണം വാഗ്ദത്തത്തിൽ വിശ്വസ്തനും വാക്ക് പറഞ്ഞാൽ മാറാത്തവനുമാണ് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു. ആമേൻ. അബ്രഹാമിനോട് യഹോവയായ ദൈവം പറഞ്ഞു, ഞാൻ നിന്റെ സന്തതിയെ ഒരു ജാതിയാക്കുമെന്ന്. അതേ വാഗ്ദത്തം ഹാഗാറിനോടും പറഞ്ഞിട്ടുണ്ട്. ഹല്ലേലൂയ. അവൻ അവിടെ വെച്ച് തീരുമാനമുള്ളതല്ല. ഹല്ലേലൂയ. ഞാൻ നിന്റെ സന്തതിയെ ഒരു ജാതിയാക്കുമെന്ന് പറഞ്ഞെങ്കില് ആരാ അരുളി ചെയ്തത്? സ്തോത്രം, ഹല്ലേലൂയ. ഒരു ജാതിയാക്കുക തന്നെ ചെയ്യും. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. നമ്മൾ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ദൈവസന്നിധിയിൽ നിലവിളിച്ച നമ്മുടെ നയീനിലെ വിധവയുടെ കാര്യം നമ്മൾ പഠിക്കുന്നുണ്ട്. സ്തോത്രം. അവിടെ നാം ഇപ്രകാരമാണ് വായിക്കുന്നത്. ലൂക്കോസിന്റെ സുവിശേഷം 7-ാം അധ്യായത്തിന്റെ 11-ാം വാക്യം മുതൽ നമ്മൾ വായിക്കുമ്പോൾ അവിടെ നയീൻ എന്ന പട്ടണത്തിലേക്ക് പോകുമ്പോൾ അവന്റെ ശിഷ്യന്മാരും വളരെ പുരുഷാരവും ഒന്നിച്ചു കൂടി. സ്തോത്രം. അവിടെ മരിച്ചുപോയ ഒരുത്തനെ പുറത്തു കൊണ്ടുവരുന്നു. അവൻ അമ്മയ്ക്ക് ഏകജാതനായ മകൻ, അവളോ വിധവയായിരുന്നു. ഒരു വലിയ പുരുഷാരം അവളോട് കൂടെ ഉണ്ടായിരുന്നു. സ്തോത്രം. അവിടെ എന്താണ് സംഭവിച്ചത്? 13-ാം വാക്യത്തില് യേശു അവളെ കണ്ടിട്ട് മനസ്സലിഞ്ഞ് അവളോട് കരയേണ്ട എന്ന് പറഞ്ഞു. സ്തോത്രം, ആമേൻ, ഹല്ലേലൂയ. എന്റെയും നിങ്ങളുടെയും തലമുറകളുടെ നീറുന്ന വിഷയങ്ങൾ ചുമക്കുവാൻ ഒത്തിരി പേരുണ്ടാകട്ടോ. ഹല്ലേലൂയ. ഇവിടെ നോക്കിക്കേ. സ്തോത്രം. നയീനിലെ വിധവയുടെ മകൻ മരിച്ചു. അവൾക്ക് ആരുമില്ല, അവൾ വിധവയാ, അവൾക്ക് ഭർത്താവില്ല, ഉള്ളത് ഏക മകനാ. സ്തോത്രം. ഈ മകനും മരിച്ചു. ഈ മകനെ
മകന്റെ ഡെഡ് ബോഡി പട്ടണത്തിൽ കൂടി കൊണ്ടുപോയിക്കൊണ്ടിരിക്കുക, ശവമഞ്ചത്തിൽ ചുമന്നുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുക. ചുമക്കുവാൻ ഒത്തിരി പേരുണ്ട്, ഒത്തിരി പുരുഷാരവും അവളോടുകൂടെ ഉണ്ട്. സ്തോത്രം. എന്നാൽ കർത്താവായ യേശു ക്രിസ്തു അവളെ കണ്ടിട്ട് മനസ്സലിഞ്ഞു. എന്റെയും നിങ്ങളുടെയും ഹല്ലേലൂയ ആമേൻ നാം ചുമക്കുന്ന വിഷയങ്ങൾ കാണുമ്പോൾ നമ്മുടെ കർത്താവിന് നമ്മളോട് മനസ്സലിവ് തോന്നും. സ്തോത്രം. ഹല്ലേലൂയ. എന്നിട്ട് അവളോട് കരയേണ്ട എന്ന് പറഞ്ഞു. ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ, യേശു ക്രിസ്തു മാത്രമായിരിക്കുമോ ആമേൻ അവളോട് കരയേണ്ട എന്ന് പറഞ്ഞത്? യേശു ക്രിസ്തു മാത്രമാണോ അവളോട് മനസ്സലിവ് കാണിച്ചത്? ഹല്ലേലൂയ. സ്വാന്തന വചസ്സുകൾ പറഞ്ഞത്? ഹല്ലേലൂയ. ആമേൻ. പുരുഷാരത്തിൽ പലരും, പ്രത്യേകിച്ച് സ്ത്രീകൾ, ഹല്ലേലൂയ സാരമില്ല കരയേണ്ട എന്നൊക്കെ അവളോട് പറഞ്ഞ് ഹല്ലേലൂയ ആശ്വസിപ്പിച്ച അനേകരുണ്ടായിരിക്കാം. എന്നാൽ ഹല്ലേലൂയ ആമേൻ സ്തോത്രം, എന്നോടും നിന്നോടും ഒപ്പം ആമേൻ നമ്മുടെ പ്രതിസന്ധി ഘട്ടത്തിൽ പ്രാർത്ഥിക്കുവാൻ അവളുടെ കുറ്റം കൊണ്ടാ ഇങ്ങനെ സംഭവിച്ചത് എന്നൊക്കെ നമ്മുടെ കുടുംബക്കാരും നാട്ടുകാരും ഒക്കെ എന്നെയും നിങ്ങളെയും വിരൽ ചൂണ്ടി സംസാരിക്കുമ്പോൾ ഹല്ലേലൂയ ആമേൻ നമ്മുടെ നീറുന്ന വിഷയങ്ങൾ ചുമക്കുവാൻ ഒരുപാട് പേരുള്ളപ്പോൾ കർത്താവായ യേശു ക്രിസ്തു അവിടെ എന്താണ് ചെയ്തത്? ഹല്ലേലൂയ. കർത്താവ് കരയേണ്ട എന്ന് പറയുക മാത്രമായിരുന്നില്ല, ഹല്ലേലൂയ, അടുത്തു ചെന്ന് മഞ്ചം തൊട്ടു. ഓ ഹല്ലേലൂയ. ആ സെക്കൻഡിൽ ചുമക്കുന്നവർ നിന്നു. ഹല്ലേലൂയ. എന്റെയും നിങ്ങളുടെയും നീറുന്ന വിഷയങ്ങൾ ഇന്ന് ആരെങ്കിലും ചുമന്നുകൊണ്ട് നടക്കുന്നുവെങ്കിൽ ഇനിയും ആ ജനത്തെ കൊണ്ട് ചുമപ്പിക്കുവാൻ അനുവദിക്കാതെ വണ്ണം എന്റെയും നിങ്ങളുടെയും ചുമക്കുന്ന ആ ശവമഞ്ചം തൊടുവാൻ തക്കണം കർത്താവായ യേശു ക്രിസ്തു വിശ്വസ്തനാകട്ടോ. ഹല്ലേലൂയ. ഇനിയും ആ വിഷയം ചുമന്നുകൊണ്ട് അവർ നടക്കുകയില്ല. അതിന് ഏറ്റവും ശ്രേഷ്ഠകരമായ ഒരു മറുപടി തരുവാൻ തക്കണം, ഒരു ഉയർത്തെഴുന്നേൽപ്പ് തരുവാൻ തക്കണം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു വിശ്വസ്തനാണ്. ഹല്ലേലൂയ. ആമേൻ. ബാല്യക്കാരാ എഴുന്നേൽക്കുമെന്ന് ഞാൻ നിന്നോട് പറയുന്നുവെന്ന്. ആമേൻ സ്തോത്രം. മരിച്ചവൻ എഴുന്നേറ്റ് ഇരുന്ന് സംസാരിക്കുവാൻ തുടങ്ങി. ഹല്ലേലൂയ. നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. ഇതുപോലെ മരണപ്പെട്ട ഒരു വിഷയം മർക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായത്തില് നാം കാണുന്നുണ്ട്. യായിറോസിന്റെ മകള്. ഹല്ലേലൂയ. അവിടെ പള്ളിപ്രമാണിയായ യായിറോസിന്റെ മകള് മരിച്ചു. കർത്താവായ യേശു ക്രിസ്തുവിനെ കാര്യം അറിയിപ്പാൻ ആരൊക്കെയോ ഓടിച്ചു. സ്തോത്രം. ഹല്ലേലൂയ. അങ്ങനെ കർത്താവ് ആ ഭവനത്തിലേക്ക് ചെന്നപ്പോൾ ആരവാരവും വളരെ കരഞ്ഞു വിലപിക്കുന്നവരെയും കണ്ടു. ഹല്ലേലൂയ. അങ്ങനെ കരച്ചില് കേട്ടപ്പോൾ യേശു ക്രിസ്തു പറയുകയാണ്, കുട്ടി മരിച്ചിട്ടില്ല, ഉറങ്ങുന്നതത്രേ എന്ന് അവരോട് പറഞ്ഞു. അവരോ അവനെ പരിഹസിച്ചു. ഹല്ലേലൂയ. ഞങ്ങൾ ഡോക്ടറെ വിളിച്ചെല്ലാം കാര്യങ്ങളെല്ലാം അതെല്ലാം നോക്കിയതല്ലേ, എന്റെ പൾസ് എല്ലാം നിന്നതല്ലേ, ഹാർട്ട് ബീറ്റ് നിന്നതാ. ഓ ഹല്ലേലൂയ. ആമേൻ സ്തോത്രം. ഈ കുഞ്ഞു മരിച്ചതാ. എന്തുവായി പറയുന്നത്? യേശുക്രിസ്തു പറയുക, കുട്ടി മരിച്ചിട്ടില്ലെന്ന്, ഉറങ്ങുന്നതത്രേ. ഹല്ലേലൂയ. എന്റെയും നിന്റെയും പ്രാർത്ഥനാ വിഷയം മരിച്ചിട്ടില്ല. അല്ലെ, എന്റെയും നിന്റെയും തലമുറകൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനാ വിഷയം മരിച്ചിട്ടില്ല, അത് ഉറങ്ങുകയാണ്. ഒരു ദിവസം ആ വിഷയം ഉണരുവാൻ തക്കോണം ഇടയായി തീരും. ഹല്ലേലൂയ. ബാലേ എഴുന്നേൽക്ക എന്ന് ഞാൻ നിന്നോട് കൽപ്പിക്കുന്നു എന്ന് പറഞ്ഞ് എന്ന അർത്ഥത്തോടെ തലീത്ത കൂമി എന്ന് അരാമ്യ ഭാഷയിൽ പറഞ്ഞു. അപ്പോൾ ഹല്ലേലൂയ ആ 12 വയസ്സുള്ള പെൺകുഞ്ഞ് എഴുന്നേറ്റ് അവിടെ ഇരുന്നു. അവൾ ഉണരുവാൻ തക്കോണം ഇടയായി തീർന്നു. ദൈവമക്കളെ, ഞാനും നിങ്ങളും പ്രാർത്ഥിക്കുന്ന നമ്മുടെ പ്രാർത്ഥനാ വിഷയം ഹല്ലേലൂയ അതെന്തായിരുന്നാലും എന്നെയും കൊണ്ടും നിങ്ങളെയും കൊണ്ടും ഒരു തരത്തിലും അത് സാധിക്കത്തില്ല എന്ന് ലോകം വിധി എഴുതുമ്പോൾ ഞാനും നിങ്ങളും അവിശ്വസിക്കുമ്പോൾ ഹല്ലേലൂയ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടിയുമായി കർത്താവ് വന്ന് ഒന്നാമത് നമ്മളെ ആശ്വസിപ്പിക്കും, രണ്ടാമത് നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി തരും. ഹല്ലേലൂയ. കർത്താവ് ഇവിടെ നയീനിലെ വിധവയുടെ അടുക്കൽ ചെന്നപ്പോൾ പറയുകയാണ്, കരയേണ്ട. ആമേൻ സ്തോത്രം.
എന്നിട്ട് പ്രാർത്ഥനയ്ക്ക് മറുപടി കൊടുത്തു. ആദ്യം സ്വാന്തന വാക്കുകൾ, അതിനുശേഷം മറുപടി. അതുപോലെ മർക്കോസിന്റെ സുവിശേഷത്തിലും പള്ളിപ്രമാണിയുടെ മകൾ, മരിച്ചു കിടക്കുന്ന മകൾ, ഹല്ലേലൂയ, അവിടെ ചെന്നപ്പോഴും ജനത്തോട് പറയുക, കുട്ടി മരിച്ചിട്ടില്ല, ഉറങ്ങുന്നതത്രേ. ഹല്ലേലൂയ, ആമേൻ. സ്വാന്തന വാക്കുകൾ. അതിനുശേഷമായിട്ട് ആ കുട്ടിയെ എഴുന്നേൽപ്പിക്കുന്നതായിട്ട് നാം അവിടെ കാണുന്നുണ്ട്. ദൈവത്തിന് നന്ദിയോട് സ്തോത്രം ചെയ്യാണ്. അപ്പോസ്തല പ്രവൃത്തികൾ 9-ാം അധ്യായത്തിലും 36-ാം വാക്യം മുതൽ നമ്മൾ വായിക്കുമ്പോൾ, യോപ്പയിൽ പേടമാൻ എന്നർത്ഥമുള്ള തബീഥ എന്നു പേരുള്ള ഒരു ശിഷ്യയുണ്ടായിരുന്നു. വളരെ സൽപ്രവൃത്തികൾ ചെയ്യുന്നവളായിരുന്നു. അവിടെ വെച്ച് അവൾ മരിച്ചുപോയി. മരിച്ചുപോയപ്പോൾ പത്രോസ് ലുദ്ദയിൽ ഉണ്ടെന്നറിഞ്ഞുകൊണ്ട് ലുദ്ദയിലേക്ക് ആളെ വിട്ട് പത്രോസിനെ വരുത്തി. സ്തോത്രം. അവിടെ ആ യോപ്പയിൽ ആ ഭവനത്തിൽ വന്നപ്പോൾ പത്രോസിനെ അവരെല്ലാവരും കൂടെ വിളിച്ച് മാളിക മുറിയിൽ കൊണ്ടുപോയപ്പോൾ പത്രോസ് കണ്ട കാഴ്ച, അവിടെ വിധവമാരെല്ലാവരും കരഞ്ഞും കൊണ്ട് തബീഥ തങ്ങളോടുകൂടെ ഉള്ളപ്പോൾ ഉണ്ടാക്കിയ കുപ്പായങ്ങളും ഉടുപ്പുകളും കാണിച്ചും കൊണ്ട് അവന്റെ ചുറ്റും നിന്നു. സ്തോത്രം. ഈ തബീഥ എന്ന പെൺകുട്ടി, പേടമാൻ അർത്ഥമെന്നുള്ള മിടുക്കിയായ പെൺകുട്ടി. പേടമാൻ എന്ന് അവൾക്ക് പേരിടാൻ കാരണം ഞാൻ ചിന്തിക്കുക, അവൾ മാനിനെ പോലെ തുള്ളിച്ചാടി നല്ല അധ്വാനശീലമുള്ളവൾ. അവൾ മിടുക്കിയായിരുന്നു. അവളുടെ കയ്യിൽ ദൈവം കൊടുത്ത ഒരു നീഡിൽ അത് വെച്ച് അവൾ തുന്നുന്നവളായിരുന്നു. തുന്നി അവൾ വിധവമാർക്ക് ഉടുപ്പുകളൊക്കെ തയ്ച്ചു കൊടുക്കുന്നവളായിരുന്നു. സ്തോത്രം. ഹല്ലേലൂയ, ആമേൻ. സ്തോത്രം. ജീവിച്ചിരുന്നപ്പോൾ അവൾ ചെയ്തതായ സൽപ്രവൃത്തികൾ ഓർത്തുകൊണ്ടാണ്, ഹല്ലേലൂയ, ആ സൽപ്രവൃത്തികൾ പത്രോസിനെ കാണിച്ചുകൊണ്ടാണ് വിധവമാർ കരയുന്നത്. ഹല്ലേലൂയ. ദൈവമക്കളെ, ഞാനും നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം. ഞാനും നിങ്ങളും ജീവിച്ചിരിക്കുമ്പോൾ പലതും തയ്ച്ചു വെച്ചെങ്കിൽ മാത്രമേ നാം മരിച്ചു കിടക്കുമ്പോൾ ജനത്തിന് എടുത്തു കാണിപ്പാനായിട്ട് കഴിയുകയുള്ളൂ. ഹല്ലേലൂയ, ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. നമ്മള് സഹോദരിമാര്, ഭക്തിയോട് ജീവിക്കുന്ന സഹോദരിമാര്, നാം ഒക്കെ നമ്മുടെ ദൈവം തന്ന കൃപയ്ക്കൊത്തവണ്ണം നമ്മുടെ താലന്തുകളെ നമ്മുടെ പരിധിക്കുള്ളിൽ ഏതെങ്കിലും നിലയിൽ, എല്ലാവരും പ്രാസംഗികരാകണമെന്നില്ല, പ്രാർത്ഥന ലീഡ് ചെയ്യുവാൻ ഒരാള്, പാടുവാൻ മറ്റൊരാള്, അധ്യക്ഷയായിട്ടിരിക്കാൻ ഒരാള്, ഇങ്ങനെ ഒരു മൂവ്മെന്റ്, മദേഴ്സ് പ്രയർ മൂവ്മെന്റ് എന്നുള്ള ഒരു ഗ്രൂപ്പ്, വാട്സപ്പ് ഗ്രൂപ്പ് മെനയുവാൻ ഒരാള്, അങ്ങനെ ദൈവം ഏതെല്ലാം നിലവാരത്തിലാണോ എന്നെയും നിങ്ങളെയും തിരഞ്ഞെടുത്തിരിക്കുന്നത്, അതിൽ നമ്മൾ വിശ്വസ്തയോടെ നിന്നാൽ നാം ഒക്കെ മരിച്ചു കിടക്കുമ്പോൾ ജനം നമ്മെക്കുറിച്ച് നല്ല സാക്ഷ്യം പറയുവാൻ ഇടയായിത്തീരും. ഹല്ലേലൂയ. വെളിപ്പാട് പുസ്തകം 14-ാം അധ്യായത്തിന്റെ 13-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്, കർത്താവിൽ മരിക്കുന്ന മൃതന്മാർ ഭാഗ്യവാന്മാർ, അവരുടെ പ്രവൃത്തി അവരെ പിന്തുടരുന്നു എന്നാണ്. ഹല്ലേലൂയ. നമുക്കറിയാം, നമ്മള് തിരുവചനം പഠിക്കുമ്പോൾ ആമേൻ, അനേക കാര്യങ്ങൾ ഇനിയും ഒത്തിരി പറയുവാനുണ്ട്. യിരെമ്യാ പ്രവാചകൻ സ്ത്രീകളെ വിളിക്കുകയാണ്. ഹല്ലേലൂയ. യിരെമ്യാ പ്രവചനം 9-ാം അധ്യായത്തില്, അയ്യോ എന്റെ ജനത്തിന്റെ നിഹതന്മാർ നിമിത്തം കരയേണ്ടതിന് എന്റെ തലവെള്ളവും എന്റെ കണ്ണുനീരും ആയിരുന്നുവെങ്കിൽ കൊള്ളായിരുന്നു എന്ന് പറഞ്ഞിട്ട്, ജനത്തിന്റെ നിഹതന്മാർ എന്ന് പറഞ്ഞാൽ മരിച്ചവർ, പാപത്തിൽ മരിച്ചവർ എന്ന് പറഞ്ഞിട്ട് അവരുടെ അകൃത്യത്തിന്റെ ഒരു ലിസ്റ്റ് താഴോട്ട് പറയുകയാണ്. ആമേൻ. അവരെ അകൃത്യത്തിൽ നിന്ന് വിടുവിക്കുവാൻ തക്കോണം എന്താണ് ചെയ്യേണ്ടതെന്നും യിരെമ്യാ പ്രവാചകൻ ബുദ്ധി ഉപദേശിക്കുന്നുണ്ട്. അതിന്റെ 17-ാം വാക്യത്തിൽ പറയുന്നത്, വിലാപക്കാരത്തികളെ വിളിക്കുവിൻ, സാമർഥ്യമുള്ള സ്ത്രീകളെ ആളയച്ചു വരുത്തുവിൻ, അവരുടെ കണ്ണിൽ നിന്ന്, ഹല്ലേലൂയ, അവരുടെ കണ്ടടങ്ങളിൽ നിന്ന് കണ്ണുനീർ, ആമേൻ, ഒഴുകട്ടെ എന്ന് പറയുകയാണ്. സ്തോത്രം. ഹല്ലേലൂയ. അയ്യോ എന്ന് ഏറ്റവും കൂടുതൽ പ്രാവശ്യം ആമേൻ നിലവിളിച്ച പ്രവാചകൻ യിരെമ്യാ പ്രവാചകനാണ്. കണ്ണുനീരിന്റെ പ്രവാചകൻ എന്നാണ് യിരെമ്യാവിനെ അറിയപ്പെടുന്നത്. സ്തോത്രം. എന്നാൽ ഹല്ലേലൂയ, ജനം പ്രാർത്ഥിച്ചോ ഇല്ലയോ അറിഞ്ഞുകൂടാ. ആ വിലാപങ്ങളുടെ പുസ്തകവും യിരെമ്യാവ് എഴുതുവാൻ ഇടയായി തീർന്നു. അവിടെയും ഒത്തിരി പ്രതിസന്ധികൾ, അനർത്ഥങ്ങൾ, മരണങ്ങളൊക്കെ സംഭവിച്ചു. എങ്കിൽ തന്നെയും പിന്നെയും അവർക്കൊരു ചാൻസ് കൊടുക്കുകയാണ്. കരുണയുള്ള ദൈവം പിന്നെയും അവർക്കൊരു ചാൻസ് കൊടുക്കുകയാണ്. ഹല്ലേലൂയ. അവരോട് പറയുകയാണ്, രാത്രിയിൽ യാമാരംഭത്തെങ്കിൽ എഴുന്നേറ്റ് നശിച്ചു പോകുന്ന നിന്റെ തലമുറയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. സ്തോത്രം. സിയോൻ പുത്രിയുടെ മതിലെ രാവും പകലും ഓലോല കണ്ണുനീരൊഴുക്കുക, നിനക്ക് തന്നെ സ്വസ്ഥത നൽകരുത്,
നിന്റെ കൺമണി വിശ്രമിക്കുകയും വരുത്. രാത്രിയിൽ യാമാരംഭത്തിങ്കൽ എഴുന്നേറ്റ് നിലവിളിക്കുക. നിന്റെ ഹൃദയത്തെ വെള്ളം പോലെ കർത്തൃസന്നിധിയിൽ പകരുക. അല്ലെങ്കിൽ വീഥികളുടെ തലയ്ക്കലൊക്കെ വിശപ്പ് കൊണ്ട് തളർന്നു കിടക്കുന്ന നിന്റെ കുഞ്ഞുങ്ങളുടെ ജീവരക്ഷയ്ക്കായി അവങ്കലേക്ക് കൈമലർത്തുക. വിലാപങ്ങൾ 2-ാം അധ്യായത്തിന്റെ 19 വാക്യമാണ് ഇവിടെ വായിച്ചത്. സ്തോത്രം, ഹല്ലേലൂയ. നിന്റെ ഹൃദയത്തെ വെള്ളം പോലെ ദൈവസന്നിധിയിൽ പകരും. ഹല്ലേലൂയ, ആമേൻ. ഹന്നായുടെ അവിടെ നാം ചോദിച്ചാൽ ആ ഹന്ന പറയുന്ന ഒരു കാര്യമുണ്ട്. പുരോഹിതനോട് പറയുകയാണ്, ഞാൻ എൻ്റെ ഹൃദയത്തെ ദൈവസന്നിധിയിൽ, എൻ്റെ ഹൃദയം ദൈവസന്നിധിയിൽ പകരുകയത്രേ ചെയ്തു. 1-ാം അധ്യായത്തിൽ 1 ശമൂവേൽ 1-ാം അധ്യായത്തിൽ ഹന്ന പ്രാർത്ഥിച്ചു കരഞ്ഞുവെങ്കിൽ നമുക്കറിയാം 2-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ അവൾ പ്രാർത്ഥിച്ചു പറയുകയാണ്, അവൾ പ്രാർത്ഥിച്ചു പാടുകയാണ്. സ്തോത്രം, ഹല്ലേലൂയ. എന്റെയും നിങ്ങളുടെയും ആമേൻ, എന്നെയും കൊണ്ടും നിങ്ങളെ കൊണ്ടും പരിഹരിക്കാത്ത വിഷയങ്ങൾ നാം ഹൃദയം ദൈവസന്നിധിയിൽ പകരുമ്പോൾ ആമേൻ എന്താണ് സംഭവിക്കുന്നത്? സ്തോത്രം, പുരോഹിതൻ അവളെ പരിഹസിച്ചതുപോലെ നമ്മുടെ പ്രാർത്ഥനയെ പരിഹസിക്കുന്നവരുണ്ടായിരിക്കാം. എന്നാൽ ഹല്ലേലൂയ, 1-ാം അധ്യായത്തില് മനോവ്യസനത്തോടെ യഹോവയോട് പ്രാർത്ഥിച്ച് വളരെ കരഞ്ഞു. പ്രാർത്ഥിച്ചു കരഞ്ഞവൾ 2-ാം അധ്യായത്തിൽ പ്രാർത്ഥിച്ചു പറയുകയാണ്. അല്ല, പ്രാർത്ഥിച്ചു പാടുകയാണ്. എന്റെ ഹൃദയം യഹോവയിൽ ആനന്ദിക്കുന്നു, എന്റെ കൊമ്പ് യഹോവയാൽ ഉയർന്നിരിക്കുന്നു, എന്റെ വായ് ശത്രുക്കളുടെ നേരെ വിശാലമാക്കുന്നു. ഹല്ലേലൂയ എന്ന് അവൾ പാടുകയാണ്. കാരണം ഒരു ശമൂവേൽ ബാലനെ അവൾക്ക് ലഭിക്കുവാൻ കൊണ്ടിടയായി തീർന്നു. ഹല്ലേലൂയ. എന്റെയും നിങ്ങളുടെയും പ്രാർത്ഥനാ വിഷയം കർത്താവായ യേശു ക്രിസ്തു ചോദിക്കുന്നത് പോലെ, നീ ആരെ തിരയുന്നു? എന്താണ് നിന്റെ തിരച്ചിലിന്റെ വിഷയം? എന്താണ് നിന്റെ പ്രാർത്ഥനാ വിഷയം? ഞാൻ തലമുറകളുടെ വിഷയം മാത്രമാണ് ഇവിടെ എടുത്തത്. അങ്ങനെ നമുക്ക് ഉൽപ്പത്തി മുതൽ ഇങ്ങോട്ട് എടുക്കുവാൻ ഒരുപാട് പ്രാർത്ഥനാ വിഷയങ്ങളുണ്ട്. ഹല്ലേലൂയ. മദേഴ്സ് പ്രേയർ ആയതുകൊണ്ട് അമ്മമാരുടെ പ്രാർത്ഥനയുടെ മറുപടിയെ ഊന്നിയാണ് ഹല്ലേലൂയ ഇവിടെ സംസാരിക്കുവാൻ ഇടയായി തീർന്നത്. ഹല്ലേലൂയ. എത്രയോ ദൈവദാസന്മാർ, സുവിശേഷകർ ആമേൻ സ്റ്റേജിൽ നിന്നുകൊണ്ട് പറഞ്ഞിട്ടുണ്ട്, ഞാൻ എങ്ങനെ നിൽക്കുവാൻ കാരണം എൻ്റെ അമ്മയുടെ പ്രാർത്ഥന, എൻ്റെ അമ്മയുടെ കണ്ണുനീരോടുകൂടിയുള്ള രാത്രിയാമത്തിലെ പ്രാർത്ഥനയാണ്. ഹല്ലേലൂയ, ഞാൻ ഇങ്ങനെ നിൽക്കുവാൻ ഇടയാകുന്നത് എന്ന് എത്രയോ ദൈവദാസന്മാർ പറഞ്ഞത് ഞാനും നിങ്ങളും നമ്മുടെ ചെവി കൊണ്ട് കേട്ടിട്ടുണ്ട്. ഹല്ലേലൂയ. ഇവിടെ നമുക്കറിയാം ആമേൻ, ജോൺ ന്യൂട്ടൺ എന്ന കപ്പൽ കൊള്ളക്കാരൻ ആ കപ്പൽ സുവിശേഷകനായി തീരുവാൻ കാരണം അദ്ദേഹത്തിന്റെ അമ്മയുടെ പ്രാർത്ഥനയാണ്. ഹല്ലേലൂയ. ജോൺ ന്യൂട്ടൺ കപ്പൽ സുവിശേഷകനായി ആദ്യമേ കപ്പലിലെ കൊള്ളക്കാരനായിരുന്നു, എന്നാൽ അദ്ദേഹം കപ്പൽ സുവിശേഷകനായി തീർന്നു. ഹല്ലേലൂയ. അദ്ദേഹം എഴുതിയ വിശ്വപ്രസിദ്ധമായ ഗാനമാണ് ഹല്ലേലൂയ, അമേസിംഗ് ഗ്രേസ് ഹൗ സ്വീറ്റ് ദ സൗണ്ട് that saved a wretch like me. I once was lost, but now I'm found. Was blind, but now I see. ഇന്ന് പകൽക്കാലം ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ആശ്വസിപ്പിക്കട്ടെ. ഇന്ന് പകൽക്കാലം കടന്നു വന്നിരിക്കുന്ന സഹോദരിമാരോട് ആമേൻ, നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയം ആമേൻ എന്തായിരുന്നാലും കണ്ണുനീരോടുകൂടിയുള്ള പ്രാർത്ഥനയ്ക്ക് മറുപടിയുണ്ട്. വചനം പറയുന്നു, നമ്മുടെ കണ്ണുനീർ ഒരു തുരുത്തിയിൽ ആക്കി വെച്ചിട്ടുണ്ട്. അത് ഓർമ്മയുടെ പുസ്തകത്തിലുണ്ട്, അത് കർത്താവിന്റെ പുസ്തകത്തിലുണ്ട്. അതിന് തക്ക സമയത്ത് മറുപടിയുമായി കർത്താവ് എഴുന്നേൽക്കും. നാം ക്ഷീണിച്ചു പോകരുത്, തകർന്നു പോകരുത്. പ്രാർത്ഥനയിൽ പോരാടുവാൻ അമ്മമാരായ നമ്മളെ എല്ലാവരെയും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സഹായിക്കട്ടെ എന്നുള്ള ആശംസയോടുകൂടി ദൈവവചന ശുശ്രൂഷയിൽ നിന്ന് വിരമിക്കുന്നു. കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. ആമേൻ. സ്തോത്രം. ദേവദാസി കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ദൈവിക ആലോചന നമുക്ക് കേൾക്കുവാനിടയായല്ലോ. കരയുന്നവരോട് കൂടെ കരയുന്ന യേശു, കരയുന്നവരോട് കരയണ്ട എന്ന് പറയുന്നത് നമ്മൾ സഹോദരിമാരായ നമ്മള് അത് പലരെ കുറിച്ച് കേൾക്കുവാനിടയായല്ലോ. ഹാഗറിനെ കുറിച്ച് കേട്ടു, ഹന്നായെ കുറിച്ച് കേട്ടു, എന്നാലെ വിധവയെ കുറിച്ച് കേൾക്കുവാനിടയായി. നമ്മുടെ ഭാരമേറിയ വിഷയമായി ചുമന്നുകൊണ്ട് നമ്മൾ മഞ്ചത്തിൽ നടക്കാതെ ദൈവസന്നിധിയിൽ ഏൽപ്പിക്കേണ്ട വിധം ഏൽപ്പിച്ചാൽ ദൈവം അത്ഭുതം
പ്രവർത്തിക്കുന്നു എന്ന് കേൾക്കുവാൻ ഇടയായി. കർത്താവിന്റെ ദാസിയെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഇനി അനേക സ്ഥലങ്ങളിൽ ദൈവം ശക്തമായിട്ട് ഉപയോഗിക്കുവാൻ ദൈവം നിന്റെ ദാസിയെ കൃപ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട വചനം ദൈവദാസി കൂടെ നമുക്ക് കേട്ടതിനായി നമുക്ക് കരമുയർത്തി സ്തോത്രം ചെയ്യാം. ദൈവദാസിയെ ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. താങ്ക് യു അനു. ഓക്കെ, താങ്ക് യു. Praise the Lord. Hallelujah. നന്നായി കർത്താവിന്റെ വചനത്തിൽ കൂടി സംസാരിക്കാൻ സ്റ്റാർട്ടിങ് മുതൽ അവസാനം വരെ ദൈവത്തിന്റെ കൃപ ധാരാളമായി പകരാൻ കർത്താവിടെ അക്കിനായ സ്വന്തം കുറച്ചേ ആളുണ്ടെങ്കിൽ പോലും ദൈവം വ്യക്തമായി സംസാരിക്കാനിടയായി. ഞാൻ 2 പ്രാർത്ഥനാ വിഷയം പറഞ്ഞിട്ടുണ്ട്. അഭിഷാൽ എന്ന് പറഞ്ഞൊരു കുട്ടി കർത്താവിലേക്ക് മടങ്ങി വരുവാൻ അഭിഷേകം പ്രാപിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അബിഗേൽ എന്ന് പറഞ്ഞ പെങ്കൊച്ച് കർത്താവിന് വേണ്ടി നിലനിൽക്കാൻ വേണ്ടി അഭിഷേകം പ്രാപിക്കണം. അതാണ് അമ്മയുടെ പ്രാർത്ഥനാ വിഷയം. അതുപോലെ തന്നെ അനേക കുഞ്ഞുങ്ങൾ പ്രായമായിട്ടും വിവാഹം നടക്കാത്ത അമ്മമാർ ഇതിനകത്തുണ്ട്. അവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അവരുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ തക്ക സമയത്ത് വിവാഹം നടക്കാൻ വേണ്ടി കർത്താവിന്റെ വലിയ പ്രവൃത്തി വെളിപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കാം. പിന്നെ ഇതിനകത്ത് ആരെങ്കിലും ഒരു സാക്ഷ്യം പറയണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ പറയാനുള്ള അവസരമുണ്ട്. കുറച്ച് സമയം ഉണ്ടെങ്കിൽ തന്നെ പറയാം. ഓക്കെ, ഈ വിഷയത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ വാത്സല്യമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, കർത്താവേ, ഹല്യ അഭിഷാൽ എന്ന് പറഞ്ഞ പൈതലിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. തന്റെ മാതാവ് കർത്താവെ വളരെ വേദനയോട് കർത്താവെ ആ കുഞ്ഞിന് വേണ്ടി ഇട്ടിരിക്കുന്ന വിഷയത്തിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ ആ കുഞ്ഞ് അഭിഷേകം പ്രാപിച്ച് കർത്താവ് അഭിഷേകം കർത്താവ് അഭിഷേകം പ്രാപിക്കുക. കർത്താവിന് വേണ്ടി നിലനിൽക്കുവാൻ വേണ്ടി ആ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കും. ഈ സമയം കർത്താവ് അനേക കുഞ്ഞുങ്ങൾ ഞങ്ങളുടെ ഗ്രൂപ്പിലുണ്ട് കർത്താവെ. അവരൊക്കെ വിവാഹപ്രായം കഴിഞ്ഞിട്ടും വിവാഹം നടക്കാതായിരിക്കുന്നു. അവരാരും തളർന്നു പോകാതെ കർത്താവ് ഒരുക്കിയത് വെളിപ്പെടുവാൻ വേണ്ടി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന് വലിയ പ്രവൃത്തികൾ അവരുടെ ജീവിതത്തിൽ വെളിപ്പെടുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. വിവാഹം നടക്കുന്നതിലല്ല കർത്താവെ അവർ നിലനിൽപ്പാൻ തക്കണം ദൈവശക്തി അവരുടെ മേൽ പകരുവാൻ വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന് വലിയ നാം മഹത്വപ്പെടുന്നതിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവ് ഒരിക്കലും പുതിയ യേശുവിൻ നാമത്തിൽ ആമേൻ, ആമേൻ, ആമേൻ. ആർക്കെങ്കിലും സാക്ഷ്യം വരാനുണ്ടോ? സാക്ഷ്യം സിസ്റ്റർ, സാക്ഷ്യം എന്ന് പറഞ്ഞാൽ ഞാൻ എൻകറേജ് ചെയ്തായി ഇന്നത്തെ ലിസി സിസ്റ്ററിന്റെ വചനം. എമിമോടെ വിവാഹത്തിന്റെ വിഷയത്തില് ഓരോരുത്തർ കുത്തുവാക്കുകളൊക്കെ പറയുക, നല്ല നല്ല പ്രപ്പോസൽസ് അയക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ ബോൺ അഗെയിൻ ബാപ്റ്റൈസ്ഡ് ദൈവ വിളിയുള്ള ഒരു പൈതൽ ദൈവം പറഞ്ഞിട്ടുണ്ട്, അതിന്റെ വരി വെയിറ്റ് ചെയ്യണം. അപ്പൊ ഇന്ന് സിസ്റ്റർ പറഞ്ഞത് ശരിയാ, ദീർഘക്ഷമ. അബ്രഹാമിനും സാറായിക്കും തെറ്റ് പറ്റി ഒരു ഇശ്മായേൽ വന്നതുപോലെ വരാതിരിക്കാൻ നമ്മൾ വെയിറ്റ് ചെയ്യുന്നത് ശരിയാന്ന് എന്നെ ദൈവം ഇന്നത്തെ വചനത്തിൽ കൂടെ ഉറപ്പിച്ചു. എനിക്കറിയാം ദൈവം അതെന്നെ നിശ്ചയത്തിന്റെ മുമ്പിൽ കാലിലെ ഉരുട്ടി മാറ്റി എത്രയും വേഗം നമ്മൾ പ്രാർത്ഥിക്കുന്ന നമ്മുടെ പ്രയർ ലിസ്റ്റിലുള്ള ഇതിന്റെ അകത്തുള്ള ഡേയ്സി സിസ്റ്ററിന്റെ മോനുണ്ട്, അനേക നിർമ്മല സിസ്റ്ററിന്റെ മോനുണ്ട്, നമ്മൾ അനേക കുഞ്ഞുങ്ങൾക്ക് പ്രാർത്ഥിക്കുന്നുണ്ട്. കർത്താവ് അത് ഈ എന്റെ മനസ്സ് പറയുന്നുണ്ട്, പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി 2024 തന്നെ നമ്മൾ ഒരുമിച്ച് ആഘോഷിക്കും, സന്തോഷിക്കും, ദൈവനാമം മഹത്വപ്പെടും. പിന്നെ ഞാൻ റീന സിസ്റ്റർ പറഞ്ഞ അഭിഷായും അബിഗാലിനും പ്രത്യേകം പ്രാർത്ഥിക്കണം. ആ സഹോദരിയുടെ വീട്ടിൽ ആരും രക്ഷിക്കപ്പെട്ടതല്ല. പിതാവ് ഒരു ദൈവദാസനാ, പക്ഷേ ഈ മോനിച്ചര് എന്താ പറയുന്നത്, പഞ്ചാബിൽ അവർ ഒത്തിരി കൂട്ടുകാർ വലിയ വലിയ പൈസക്കാരുടെ മക്കളാണ്. അപ്പൊ മോൻ അത് പറഞ്ഞ് എനിക്ക് അത് വേണം, ഇത് വേണം, മൊബൈല് വേണം, സ്കൂട്ടി വേണം. അപ്പൊ അപ്പൻ നല്ലൊരു അടി കൊടുത്തിട്ടല്ലേ. അപ്പൊ ഇത്രയും വലുത് 12ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുഞ്ഞിനെ അടിക്കാൻ പാടില്ല. ആ പിതാവിനും സ്നേഹത്തോടെ ആ കുഞ്ഞിനോട് ഇടപെടാനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ആമേൻ, ആമേൻ. അനുസരിച്ചായ വിഷയത്തിന് പ്രാർത്ഥിച്ചിട്ട് ക്ലോസ് ചെയ്തത് പറഞ്ഞ എല്ലാവർക്കും നന്ദി പറഞ്ഞോണ്ട് ഇതിന്റെ അകത്ത് നമ്മൾ കൂടി രാവിലെ മുതൽ ഈ സമയം വരെ നമ്മൾ ദൈവസന്നിധിയിൽ ഇരിപ്പാൻ ദൈവം നമ്മളെ സഹായിച്ചു. അത് എല്ലാം അനുഗ്രഹമായിരുന്നു. അത് പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യത്തിൽ നാം ആയിരുന്നു. അനുഗ്രഹിക്കപ്പെട്ട വർഷിപ്പ് ചെയ്ത ദൈവദാസിക്കും മോൾക്ക് വേണ്ടിയും ഞാൻ സ്തോത്രം ചെയ്യുന്നു. അവരെ ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. മധ്യസ്ഥ പ്രാർത്ഥനയെ ലീഡ് ചെയ്ത ദൈവദാസിയെ കർത്താവ് സഹായിക്കട്ടെ. അവരുള്ള നന്ദി അറിയിക്കുന്നു. പ്രത്യേകിച്ച് ഇന്ന് മെസ്സേജ് പറഞ്ഞ ദൈവദാസിക്കായി സ്തോത്രം ചെയ്യുന്നു. ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥനയിൽ സഹായിച്ച എല്ലാവരോടും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. തുടർന്ന് നമ്മൾക്ക് അന്യോന്യം പ്രാർത്ഥനയിൽ ഓർക്കാം. ഇപ്പൊ പറഞ്ഞ പ്രാർത്ഥനാ വിഷയങ്ങൾക്കും പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം.
സ്തോത്രം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, ഇത്രയും സമയം ദൈവസന്നിധിയിൽ പാദപ്പെടുത്തെങ്കിൽ ഞങ്ങൾക്ക് ഇരിക്കാൻ തന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. 2 or 3 പേർ നിന്റെ നാമത്തിൽ കൂടി വരുന്നിടത്ത് കടന്നു വരാമെന്ന് വാക്ക് പറഞ്ഞ കർത്താവ് ഞങ്ങളുടെ മധ്യയിൽ ഉണ്ടായിരുന്നതിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവെ, ഞങ്ങളുടെ എല്ലാ പ്രാർത്ഥനാ പ്രോഗ്രാമിലും ദൈവത്തിന്റെ സാന്നിധ്യം ഉണ്ടായതിനായി സ്തോത്രം ചെയ്യുന്നു. കരയുന്നവരുടെ കൂടെ കരയുന്ന ഞങ്ങളുടെ കർത്താവെ, ഞങ്ങളുടെ നിലവിളി കേൾക്കുന്ന ഒരു ദൈവമാണല്ലോ കർത്താവെ. നിന്റെ സന്നിധിയിലേക്ക് ഏൽപ്പിക്കുന്ന അനവധി വിഷയങ്ങൾ ഞങ്ങൾ പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥനാ വിഷയങ്ങൾക്കൊക്കെ മറുപടി ലഭിക്കുമാറാകണമേ കർത്താവ്. ഇപ്പോൾ ആ പറഞ്ഞ ദൈവദാസി പറഞ്ഞ പ്രാർത്ഥനാ വിഷയത്തിനായി സ്തോത്രം ചെയ്യുന്നു. നീ സഹായിക്കണം, അനുഗ്രഹിക്കണം കർത്താവെ. ഒരു സ്നേഹത്തോടെ മാതാവും പിതാവും ഇതരുവായി തീരുവാൻ സ്വർഗം സഹായിക്കണമേ. അതിന്റെ ഇടയ്ക്ക് ശത്രു കയറി പ്രവർത്തിക്കുവാൻ ഇടയാക്കല്ലേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. ഇതിന് നേതൃത്വം നൽകുന്ന നിർമ്മല സിസ്റ്റർക്കായി സ്തോത്രം. ദാസിയെ സഹായിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവരുടെ സഭയെ അനുഗ്രഹിക്കണം. അനേക ആത്മാക്കളെ ആ സഭയെ കൂട്ടി വരുത്തുമാറാകണമേ. ദൈവപ്രവൃത്തിയെ സഭയിൽ വെളിപ്പെടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവെ. വിവാഹപ്രായമുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. തലമുറയില്ലാതെ ഭാരപ്പെടുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ കർത്താവെ വാർദ്ധക്യത്തിലായിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. വിടുവിക്കണമേ, സൗഖ്യമാക്കണമേ. രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവ് സൗഖ്യം കൊടുക്കുമാറാകണമേ. അടുത്ത പ്രാവശ്യം കൂടി വരുമ്പോൾ കർത്താവെ അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യങ്ങള് ദൈവം ചെയ്ത നന്മകളെ കുറിച്ച് കേൾപ്പാൻ ഇടയാക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥനകളും യാചനകളും കേട്ടതിനായി സ്തോത്രം. എല്ലാം യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ആശീർവാദം പറഞ്ഞു. അതെ പറഞ്ഞോ. അരി പറഞ്ഞു. സിസ്റ്റർ ആശീർവാദം പറഞ്ഞു. ആണോ? കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും നമ്മോട് എല്ലാവരോടും കൂടെ മദേഴ്സ് പ്രയർ മൂവ്മെന്റിനോടും കൂടെ കടന്നു വന്ന എല്ലാ ദൈവമക്കളോടും കൂടെ ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. ആമേൻ.